ഈ ദർശനോത്സവ വേദി ഉപകരിക്കട്ടെ. അതിന് ഞങ്ങളുടെ മനസ്സുകളെ തെളിയിച്ച് ഭഗവാനെ അങ്ങ് നല്ല വഴിയിലൂടെ കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. ഏതായാലും മഹാഗുരു ഗുരുദേവൻ്റെ ദർശനം ഇന്ന് ലോകം മുഴുവൻ പ്രോജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. അഹേതുക കൃപാസിന്ധുവായ ഭഗവാൻ ശ്രീനാരായണ പരമർഷി തന്നിൽ നിന്ന് അന്യമല്ലാതെ സകലതിനെയും കണ്ട് ലോകത്തിനു മാതൃകയായ മഹാപുരുഷനാണ്. തൻ്റെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ചേർത്ത് വെച്ച കൃപാസിന്ധു. അങ്ങനെയുള്ള ഗുരുവിനെ നേരായി അറിയാം. ഗുരു എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്നറിയാൻ, എന്തിനാണ് ഗുരു ഈ ലോകത്തേക്ക് അവതരിച്ചത് എന്നറിയാൻ തീർച്ചയായും നാം ദർശന സൗരഭ്യം തുളുമ്പുന്ന ഗുരുദേവ കൃതികളിലൂടെ തന്നെ സഞ്ചരിക്കണം. ഗുരു നമുക്കായി പകർന്നു നൽകിയ അമൃതവാണികൾ, ഗുരുദേവ കൃതികൾ, അവയുടെ പലതിൻ്റെയും 100 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഈ വർഷം ശ്രീനാരായണ ധർമ്മത്തിൻ്റെയും ഗുരു രചിച്ച ഹോമമന്ത്രത്തിൻ്റെയും എല്ലാം ശതാബ്ദിയുടെ നിറവിലാണ് നാം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഗുരുവിൻ്റെ ഹോമമന്ത്രം എന്ന കൃതിയെക്കുറിച്ചാണ്. ചൂടാണ്, ഉച്ച സമയമാണ്, ആഹാരം കഴിച്ചിരിക്കുന്ന സമയമാണ്, എല്ലാം അറിയാം. ഏതായാലും ദർശനോത്സവങ്ങളിൽ ഗുരുവിൻ്റെ ദർശനമാണ് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്. അതാണ് നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകുന്നത്. അതുകൊണ്ട് ഹോമമന്ത്രം എന്ന കൃതി നമുക്കിന്ന് വിചാരം ചെയ്യാം. ഹോമമന്ത്രം ചൊല്ലാൻ അറിയുന്നവരൊന്ന് കൈവക്കാമോ? ഹോമമന്ത്രം എന്ന കൃതി ചൊല്ലാൻ അറിയുന്നവർ ഒരാളേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇനി ഇത് പഠിക്കാനുള്ളൊരു തുടക്കം കൂടിയാകട്ടെ. അതായത് ഗുരുവിൻ്റെ ലഘുകൃതികളിൽ ഏറ്റവും അവസാനം രചിച്ചതും ഏറ്റവും അധികം ശ്രേയസ്കരവുമായ ഒരു കൃതിയാണ് ഹോമമന്ത്രം. ശിവഗിരിയിൽ വെച്ചാണ്, വൈദിക മഠത്തിൽ വെച്ചാണ് ഗുരു ഇത് രചിക്കുന്നത്. ഗുരുവിനെ കാണാനായിട്ട് ശിവഗിരിയിലേക്ക് എത്തിയ, വൈദിക മഠത്തിലെത്തിയ ബ്രഹ്മസമാജത്തിൻ്റെ, ആര്യസമാജത്തിൻ്റെ സന്യാസിമാരായ ആ ഒരു സംഘത്തിലെ നേതാവായ ശ്രദ്ധാനന്ദജിക്കാണ് ഗുരു ഈ കൃതി എഴുതി നൽകിയത്. അതായത് പാലക്കാട് അഗ്രഹാര തെരുവിലെ നടന്ന ഒരു അക്രമത്തിനെതിരെ ഗുരുവിനോട് സംസാരിക്കാനും ചർച്ച ചെയ്യാനുമായി ശിവഗിരിയിലെത്തിയവരായിരുന്നു. അന്ന് അവിടെ തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു ഹോമം നടത്തണം എന്ന് ഗുരുവിനോട് അപേക്ഷിച്ചു. ഗുരു ആ തൽസമയത്ത് തന്നെ അവിടെ നിന്ന് തൃക്കരങ്ങൾ കൊണ്ട് രചിച്ച് ശ്രദ്ധാനന്ദജിക്ക് കൊടുത്ത മന്ത്രമാണ് ഹോമമന്ത്രം. അപ്പോൾ അത് ഏറ്റുവാങ്ങിയതിന് ശേഷം ശ്രദ്ധാനന്ദജി പറയുന്നുണ്ട്, ഇത് ഏതോ വേദത്തിലെ മന്ത്രമാണല്ലോ. ഗുരു പറഞ്ഞു, നാം ഇപ്പോൾ രചിച്ചതാണല്ലോ. 1925 ഹോമമന്ത്രം രചിക്കുന്നത്. ഈ ഒരൊറ്റ കൃതി, അതായത് ഭാരതത്തിൻ്റെ ആധ്യാത്മിക സമ്പത്തിൻ്റെ നിധിപേടകത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു അമൂല്യ നിധിയാണ് ഗുരുവിൻ്റെ ഹോമമന്ത്രം. 100 വർഷമായിട്ടും ഭഗവാനെ ഞങ്ങളുടെ ഒന്നും മനസ്സുകളിലേക്കോ കൈകളിലേക്കോ ഒന്നും ഇത് എത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള ദർശനോത്സവ വേദികൾ അതൊക്കെ അറിയാനും അറിയിക്കാനുമുള്ള വേദികളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 1925 വൃശ്ചികമേഴ്, ഇത് 1925 അല്ലേ? 100 വർഷമായി ഇത് രചിച്ച് നൽകിയിട്ട് ഇതിലെ ഓരോ പദങ്ങളും വളരെ കുറച്ച് വരികയുള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട, പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നിട്ട് വീട്ടിൽ പോയി പ്രാർത്ഥനാമഞ്ജരി എടുത്തിട്ട് ഹോമമന്ത്രം ചൊല്ലുമ്പോൾ തെളിച്ചു തരും ഗുരു. ഇതിൽ ഓരോ പദവും എടുത്ത് പരിശോധിച്ചാൽ
അതായത് അതിനെ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാൽ ഭാരതത്തിലെ സകല ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും തത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഗ്രന്ഥമാക്കി ഇതിനെ മാറ്റിയെടുക്കാം. ഒരു ഗവേഷണത്തിനുള്ള എല്ലാ ചിന്തകളും അടങ്ങിയിരിക്കുന്ന ശ്രേഷ്ഠമായ കൃതിയാണ് ഹോമമന്ത്രം. ശിവഗിരിയിലെ വൈദിക മഠത്തിലും അതുപോലെ തന്നെ ഗുരുകുലത്തിലും ശ്രീനാരായണ ഗുരുകുലത്തിലുമൊക്കെ ഈ ഹോമമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഒരു ദിവസത്തിൻ്റെ തുടക്കം. ഇനി നമ്മളുടെ ജീവിതത്തിലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പൂജയും ഹോമവും ജപവും ധ്യാനവും വഴിപാടുകളൊക്കെ നടത്തുന്ന നമുക്ക് എന്തിനാണത് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള തത്വമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഗുരു രചിച്ച് തന്നിട്ടും അതറിയാനുള്ള, അതായത് ഞങ്ങളുടെ കൈകളിൽ എത്താനോ മനസ്സുകളിൽ എത്താനോ ഉള്ള ഭാഗ്യവും എന്നേ വരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. അപ്പോൾ പൂജയുടെയും ഹോമത്തിൻ്റെയും ആരാധനാക്രമങ്ങളുടെയൊക്കെ പേരിലുള്ള ചൂഷണങ്ങളിൽ നിന്ന് സാധാരണ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഹോമമന്ത്രത്തിൻ്റെ പിന്നിലുള്ള ആ തത്വം, അതിൻ്റെ ഉദ്ദേശം. അതായത് വളരെ സാധാരണമായി നമുക്ക് ചെയ്യാവുന്ന ഒരു ഹോമത്തെ, ഒരു സാധനയെ നാം ലക്ഷങ്ങൾ മുതൽ മുടക്കുള്ള ഒരു സംരംഭമാക്കി മാറ്റിയപ്പോൾ പാവപ്പെട്ട മനുഷ്യരുടെ സമ്പത്ത് മുഴുവനും ഇത്തരത്തിലുള്ള ആരാധനാക്രമങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഇതെന്തിനാണ് എന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ചാണ് ഗുരു പറയുന്നത് ഹോമമന്ത്രത്തിൽ. എങ്ങനെയായിരിക്കണം ജപവും ധ്യാനവും പ്രാർത്ഥനയും ഹോമവും ഒക്കെ എന്തിനാണ് എന്ന്. ഇനി ഇതൊരു കൃതി പഠനം പോലെ, ഒരു പ്രഭാഷണം പോലെ നിങ്ങൾ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ വെളിച്ചം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇതൊരു കൃതി പഠനത്തിനപ്പുറം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിക്കേണ്ട കാര്യമാണ് ഗുരു പറഞ്ഞു വെച്ചത് എന്ന ചിന്തയോടുകൂടി വേണം നാം ഇത് കേൾക്കാൻ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം നാം ചെയ്യുമ്പോഴും, ഒന്നുകൂടെ പറയാം, എന്ത് കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോഴും അതൊരു യജ്ഞമായിട്ട് വേണം ചെയ്യാൻ. എന്താണ് യജ്ഞം എന്ന് വെച്ചാൽ, തൻ്റെ ജീവിതം കൊണ്ട് താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി സമസ്ത ജീവരാശിക്കും മംഗളം നൽകണം എന്ന സങ്കല്പത്തോടു കൂടി ചെയ്യുന്ന കർമ്മത്തെയാണ് യജ്ഞം എന്ന് പറയുക. നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ലോകമംഗളം ഉണ്ടാകണമെന്ന സങ്കല്പത്തോടു കൂടി ചെയ്യുന്ന കർമ്മത്തിനാണ് യജ്ഞമെന്ന് പറയുക. എല്ലാ കർമ്മവും യജ്ഞമാണ്. ഭഗവത്ഗീത പറയുന്ന എല്ലാം യജ്ഞമാണ്, യോഗമാണ്. എല്ലാം ആ ഈശ്വരനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് എല്ലാ കർമ്മങ്ങളും. അപ്പോൾ ഇവിടെ മനുഷ്യരായ നാം മാത്രമാണ് ഒരു യജ്ഞവും ചെയ്യാതെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഒരു വലിയൊരു ദർശനമുണ്ട്, തത്വമുണ്ട്. അതറിയാതെ ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ മാത്രമാണ്. ഇവിടെ നിന്നെല്ലാം സ്വീകരിച്ചുകൊണ്ട് അങ്ങ് കടന്നു പോകുന്നവരാ നാം. തിരിച്ചങ്ങോട്ട് എടുക്കുന്നതിനപ്പുറം തിരിച്ചങ്ങോട്ട് കൊടുക്കണമെന്ന് അറിവില്ലാത്ത ഒരേ ഒരു വിഭാഗം മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ മാത്രമാണെന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, നല്ല ചൂട്. ഇനി മെയ് മാസം വരാൻ പോകുന്നു. ഈ ചൂട് ഉള്ളറിഞ്ഞുകൊണ്ട് ജഗദീശ്വരൻ ജൂൺ മാസമാകുമ്പോൾ ആകാശത്ത് മേഘക്കീറുകൾ കണ്ടു തുടങ്ങും. വിണ്ടുകീറിയ മണ്ണിൻ്റെ മാറിലേക്ക് മഴത്തുള്ളികൾ വന്ന് വീഴും. എന്തിനത്? ആര് ചെയ്യുന്നു? ആരിതിനെ നിയന്ത്രിക്കുന്നു? ഇപ്പോൾ ഏപ്രിൽ മെയ് മാസമാകുമ്പോൾ മാവുകളിൽ നല്ല മൂത്തുപഴുത്ത മാമ്പഴം ആർക്ക് വേണ്ടി? ഏതെങ്കിലും ഒരു മാവ് ഒരു മാമ്പഴം തിന്നിട്ടുള്ളതായി നമുക്കറിയുമോ? ആർക്ക് വേണ്ടി? സസ്യങ്ങൾ യജ്ഞം ചെയ്യുന്നു, വൃക്ഷങ്ങൾ യജ്ഞം ചെയ്യുന്നു. ഒരു പ്ലാവിലുണ്ടാവുന്ന ഒരു ചക്ക എത്ര പേരുടെ വിശപ്പടക്കാൻ പര്യാപ്തമാണ്? അത് പ്ലാവിന് വേണ്ടിയാണോ? പശു അരുമയോടെ നമുക്ക് പാല് തരുന്നത് അതിൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് ബാക്കി നമുക്ക് തരുമ്പോൾ അത് എന്തു പറയാ, ലോകോപകാരം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ചിന്ത ഒരിക്കലും പോകാറില്ല.
ഒരു കുഞ്ഞുറുമ്പിന് ജീവിക്കാനുള്ള അവകാശം മാത്രമേ ഈ ഭൂമിയിൽ മനുഷ്യരായ നമുക്കുമുള്ളൂ എന്നറിയാതെ ഈ ഭൂമിയെ ചൂഷണം ചെയ്യുമ്പോൾ, വെട്ടിപ്പിടിക്കുമ്പോൾ, മനുഷ്യൻ്റെ അടങ്ങാനാവാത്ത ആർത്തിയോടെ ഇവിടെ ജീവിക്കുമ്പോൾ, ഈ അനുനിമിഷം എന്താ പറയുക, ജഡമായ ഈ ശരീരം അനുനിമിഷം ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിൽ നിൽക്കുമ്പോൾ ജീവൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാവുന്ന തരത്തിൽ യജ്ഞം ചെയ്യുക. ഒരു പച്ചക്കറി നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നൊരു മുളക് പൊട്ടിച്ചാൽ അടുത്ത ഒരു തൈ അവിടെ വെച്ചു കൊടുക്കണമെന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. അനുഭവിക്കുന്നതെല്ലാം തിരിച്ചു കൊടുക്കാൻ കൂടി കർത്തവ്യമുണ്ട്, കടമയുണ്ട് നമുക്ക് എന്ന് ഓർമ്മിപ്പിക്കണം. നമ്മൾ കണ്ടതാണല്ലോ ഈ കഴിഞ്ഞ ചൂരൽമലയിൽ ഒരു ഗ്രാമം അങ്ങനെ തന്നെ പിറ്റേന്ന് സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകുമ്പോൾ എല്ലാം ഒരു സ്വപ്നതുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്ന് നമ്മളൊക്കെ ഉള്ളിൽ കണ്ടപ്പോൾ അവർക്കും ഉണ്ടായിരുന്നില്ലേ അതിർത്തികളും മലമാലകളും ആധാരങ്ങളും സ്വപ്നങ്ങളുമൊക്കെ? എവിടെയാ പോയത്? മനുഷ്യൻ്റെ ജീവിതം അത്രയും നശ്വരമാണ്. നശ്വരമായ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വഴിയറിയാതെ ജീവിക്കുന്ന യാത്രക്കാരായി മാറരുത്. ലക്ഷ്യമുണ്ട് ഓരോ യാത്രയ്ക്കും. മനുഷ്യജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമറിഞ്ഞ് യാത്ര ചെയ്തില്ലെങ്കിൽ നമ്മളുടെ യാത്ര വിഫലമായി പോവില്ലേ? അല്ലേ? നമ്മളൊരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കൃത്യമായി എവിടെ ഇറങ്ങണമെന്നും അവിടെ വരെയുള്ള യാത്രക്കൂലിയും പ്ലാനും പദ്ധതികളും ഉണ്ടാവും. അതില്ലാതെ വന്നാലോ യാത്ര വിഫലമാവും, അല്ലേ? പക്ഷേ മനുഷ്യ ജീവിതത്തിൻ്റെ നമ്മുടെ യാത്രയ്ക്ക് ലക്ഷ്യമില്ലാതെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ലളിതമായ ചടങ്ങുകളോടുകൂടി ചെയ്തിരുന്ന ഹോമങ്ങൾ, ഭാരതീയ സംസ്കൃതിയുടെ വേരോടിയിരിക്കുന്നത് വേദങ്ങളിലാണ്. വേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈദിക കർമ്മങ്ങൾ, യജ്ഞയാഗ ഹോമാദികൾ. അതെല്ലാം തന്നെ ഒരു മനുഷ്യനെ ആത്മീയമായ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പ്രാചീന ഋഷിമാരുടെ കൈകളിൽ അവരെവിടെ യാത്ര ചെയ്യുമ്പോഴും അവർ കരുതിയിരിക്കുന്ന തുണിസഞ്ചിയിൽ കുറച്ച് ധാന്യങ്ങളും ഹവിസുകളും സമിത്തും ഉണ്ടാവും. അവർ ശാന്തമായിരുന്ന് അത് തന്നിലേക്ക് തന്നെ ഹോമം ചെയ്തിരുന്നു. നാം ഇന്ന് ഹോമം ചെയ്യുന്നത് ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് ലളിതമായ ചടങ്ങുകളോടുകൂടി ചെയ്യേണ്ട യജ്ഞയാഗ ഹോമാദികളെല്ലാം ആഡംബരങ്ങളും ആർഭാടങ്ങളും കൊണ്ട് നിറഞ്ഞപ്പോൾ ഈ ആഡംബരങ്ങളിൽ കൂടുതൽ ഭ്രമിച്ച സാധാരണ മനുഷ്യൻ ലക്ഷങ്ങൾ മുതൽ മുടക്കുള്ള സംരംഭങ്ങളാക്കി യജ്ഞയാഗ ഹോമാദികളും പൂജകളും ഒക്കെ മാറ്റിയപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോയി, സ്വാർത്ഥത്തിൽ നിന്ന് വഴിമാറിപ്പോയി. അതെന്തിലേക്ക് വഴിതിരിഞ്ഞു? അഭീഷ്ടസിദ്ധി, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായി മാറി. എന്താ പറയുക, സർവൈശ്വര്യങ്ങളും തരാനുള്ള പൂജയായി മാറി, പരീക്ഷാ വിജയത്തിനുള്ള പൂജയായി മാറി, വിവാഹം നടക്കാനുള്ള പൂജയായി മാറി, സത്സന്താനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പൂജയായി മാറിയപ്പോൾ ഇതൊന്നുമല്ല അതിൻ്റെ ലക്ഷ്യം. തരാനുള്ളതെല്ലാം ഈ ശരീരത്തെ പഞ്ചഭൂതമായി ചേർത്ത് വെച്ചപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ നിന്നൊന്നും ചോദിച്ചു വാങ്ങാനില്ല എന്ന് ആദ്യം അറിയുക. സമർപ്പണമാണ് ഭക്തി. അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നുമില്ല. എന്നാ നമുക്കിത് മനസ്സിലാവുക എന്നറിയില്ല. എന്നാണ് നമുക്കിതിൻ്റെ പൊരുള് മനസ്സിലാവുക എന്നറിയില്ല. അങ്ങനെ ചൂഷണത്തിൻ്റെ വേദിയായി മാറിയപ്പോഴാണ് ഈ യജ്ഞത്തെയും ഹോമത്തെയും യാഗത്തെയും എല്ലാം ഗുരു ജനകീയവത്കരിച്ചത്. പക്ഷെ നമ്മുടെ കൈകളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. വളരെ സങ്കടത്തോടു കൂടിയാണ്, വേദനയോടുകൂടി തന്നെയാണ് പറയുന്നത്. ഗുരുവിൻ്റെ കൃതികൾ നമുക്ക് പാടി ആസ്വദിക്കാനുള്ള ഒരു രചനകൾ മാത്രമായി മാറ്റിയപ്പോൾ അതിൽ നമ്മുടെ ജീവിതം ഉള്ളടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് മഹാഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഉള്ളിലേക്ക് എടുക്കാനുള്ള ശേഷിയും ശേമുഷിയും നാം ആർജിക്കുന്നില്ല എന്നുള്ളതാണ്. ശിവഗിരിയിൽ ശങ്കരൻ പരദേശി സ്വാമികൾ കാശിയിലേക്ക് പോയി വൈദികം പഠിച്ച് വന്നിട്ട് ഒരു ദിവസം ഹോമത്തിനുള്ള വിറക് മുറിക്കുകയാണ്, ചെറുതായിട്ട് മുറിക്കുകയാണ്. ആ സമയത്ത് ഗുരു ചോദിച്ചു, അതായത് പ്ലാവിൻ്റെ വിറകിൻ്റെ
വെള്ളത്തടി കളഞ്ഞിട്ട് അതിൻ്റെ കാതൽ, അതിൻ്റെ തടിയുടെ സത്തയാണല്ലോ കാതൽ എന്ന് പറയാം, മഞ്ഞ നിറത്തിലുള്ള ആ കാതൽ മാത്രം കഷണമായി മുറിക്കുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, ഇതെന്തിനാണ്? ഹോമം ചെയ്യാനാണ് സ്വാമി. ഇതെന്താണ് വെളുത്ത തടി ഉപയോഗിക്കാത്തത്? അത് സ്വാമി, ഹോമത്തിന് വെളുത്ത തടി ഉപയോഗിച്ചുകൂടാ. ഇതെവിടെ പറയുന്നു? സ്മൃതിയിൽ പറയുന്നു. ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ നിയമങ്ങൾ എഴുതി വെച്ചിട്ടുള്ള നിയമസംഹിതയാണല്ലോ സ്മൃതി. അത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റം വരുന്നതാണ്. അതാ അക്കാലത്തെ ജനങ്ങളുടെ ജീവിത രീതിക്ക് അനുസരിച്ചായിരുന്നു ആ നിയമം. പക്ഷെ അതിനെ തിരുത്താൻ ആരും പിന്നീട് ഉണ്ടായിട്ടില്ല. അതിനെ തിരുത്താനുള്ള എന്താ പറയുക, ഒരു മഹാപുരുഷന്മാർക്ക് മാത്രമേ, ദൈവങ്ങൾക്ക് മാത്രമേ അവിടെയൊക്കെ സ്പർശിക്കാനുള്ള ശേഷി ഉണ്ടാവുകയുള്ളൂ. ഒരു പറഞ്ഞു, പ്ലാവ് നാട്ടിലും കാട്ടിലും സുലഭമായിരുന്ന കാലത്താണ് ഈ നിയമമുണ്ടായത്. അന്ന് തടി സുലഭമായിരുന്നത് കൊണ്ട് വെള്ള കളഞ്ഞിട്ട് കാതൽ ഉപയോഗിച്ചിരുന്നു. ഇന്ന് പ്ലാവ് നാട്ടിലും കാട്ടിലും വീട്ടിലും ഒക്കെ ദുർലഭമായതുകൊണ്ട് വലിയ വില കൊടുത്ത് ഹോമത്തിനുള്ള വിറക് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് നാം ഇതാ സ്മൃതിയെ പരിഷ്കരിക്കുന്നു. ഈ പരിഷ്കരണം നമ്മൾ അറിഞ്ഞു. പനസസ്യന്തനം ശുക്ലം കലൗ ശ്രേയഃ പ്രകീർത്യതേ. പനസഃ എന്ന പ്ലാവ്, പ്ലാവിൻ്റെ ശുക്ലം ഇന്ധനം വെളുത്ത തടി, കലൗ ശ്രേയഃ പ്രകീർത്യതേ, കലിയുഗത്തിൽ ശ്രേയസ്കരമാണെന്ന് കീർത്തിക്കപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, വെള്ളത്തടി ഉപയോഗിക്കാം. അപ്പോൾ ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം മനുഷ്യൻ്റെ സമ്പത്ത് ചൂഷണം ചെയ്യാനുള്ള വേദികളായി മാറാതിരിക്കണം. അതിനു വേണ്ടിയാണ് ഗുരു നമുക്ക് ഏറ്റവും ലളിതമായ ഹോമമന്ത്രം രചിച്ചു തന്നത്. ഇന്ന് നമുക്കറിയാം, ഒരു പൂജ നടത്തണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരു പൂജ നടത്തണമെങ്കിൽ എത്ര ചിലവുണ്ട്. വലിയൊരു ചാർട്ട് നമുക്ക് തരും, അല്ലേ? ആ ചാർട്ടിൽ വരുന്ന ആ വസ്തു സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എത്ര രൂപ വില വരും. പിന്നെ ഇത് ചെയ്യാൻ വരുന്നവർക്ക് ദക്ഷിണാരൂപത്തിൽ എത്ര രൂപ വില വരും. ഈ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുക്കേണ്ട സാഹചര്യങ്ങൾക്ക്, അന്നപാനാദികൾക്ക് എത്ര രൂപ ചെലവ് വരും. ഇതെല്ലാം തത്വമറിയാതെയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മളുടെ സമ്പത്ത് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നറിയുന്നത്. അതായത് നമുക്കൊന്നും ഇവിടെ നിന്ന് നേടാനില്ല, കൊടുക്കാനേ ഉള്ളൂ. ആത്മസമർപ്പണമാണ് യജ്ഞയാഗ ഹോമാദികളെല്ലാം തന്നെ. ഇതറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ തത്വം മനസ്സിലാകും. കാരണം ഏത് സമയത്തും നമുക്ക് മാനസികമായും, ഇപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ജോലി സ്ഥലത്തിരിക്കുമ്പോൾ, വീട്ടിൽ ഏകാന്തമായി ഇരിക്കുമ്പോൾ, വീട്ടിലൊരു പുതിയ ചടങ്ങ് നടക്കുമ്പോൾ, ഒരു വീട് താമസം നടക്കുമ്പോൾ, ഒരു വിവാഹം നടക്കുമ്പോൾ, ഒരു ജന്മദിനം നടക്കുമ്പോൾ, ഒരു പേരുവിളി ചടങ്ങ് നടത്തുമ്പോഴൊക്കെ ഇന്ന് പോയിട്ട് ഈ മന്ത്രം പഠിക്കണേ, ഇന്ന് പോയിട്ട് ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ ഹോമമന്ത്രം ഹൃദിസ്ഥമാക്കിയിരിക്കണം. നമ്മുടെ വീട്ടിലെ ഏത് ശുഭതർക്കമായ ഏത് കാര്യങ്ങൾ നടക്കുമ്പോഴും ഇത് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കാം. 10 പൈസ ചെലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഹോമദ്രവ്യങ്ങൾ, സമിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഒരു 8 ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹോമമാണ് ഗുരു രചിച്ച് തന്നിട്ടുണ്ട്. ഒരാളെ തേടി പോകണ്ട. ഇത്തരത്തിലുള്ള വലിയ ചാർട്ടുകളൊക്കെ ഗുരുവിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഗുരു ഒരു വിളക്ക് കത്തിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആ ചാർട്ടൊന്ന് കത്തിച്ച് കളഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറയും. പക്ഷേ അങ്ങനെ പരബ്രഹ്മസ്വരൂപനായ ഒരു ഗുരുവിനെ കിട്ടിയിട്ടും ആ ഗുരുവാണികൾ അനുസരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് എവിടേക്കോ ഒരു കുറവുകൾ സംഭവിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇനി നിങ്ങളുടെ ഹോമത്തിനും യജ്ഞത്തിനും പൂജയ്ക്കൊക്കെ ചെറിയൊരു പുതിയ മാനം ഉണ്ടാകണം കേട്ടോ. അത് അംഗീകരിക്കുമോ ഇല്ലയോ, അത് ഒരു ക്ലാസ്സായിട്ട് കേട്ട് കളയുമോ ഇല്ല എന്നൊരു ഉറപ്പ് തരണം. കാരണം നമ്മളുടെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. പണിയെടുത്ത പൈസ പോക്കറ്റിൽ പോകാനും അതിനൊരു വിഹിതം ദേവകടമായി കൊടുക്കണമെന്ന് നമുക്കറിയാം. അതിനപ്പുറം
പൂജയുടെയും ഹോമത്തിൻ്റെയും പേര് പറഞ്ഞ് ചൂഷകരാകരുത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഒരു മഹാഗുരു അവതരിച്ച പുണ്യനാട്ടിൽ പൂജയുടെയും ഹോമത്തിൻ്റെയും പേരിൽ ഈ കഴിഞ്ഞ ഏതാനും 2-3 മാസങ്ങൾക്ക് മുമ്പ് നിരവധി പേരുടെ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു. പാലക്കാട് നെന്മാറയിൽ അല്ലേ കണ്ടതാണ്. ഒരു പൂജാരിണിയുടെ വാക്ക് കേട്ടിട്ട് ആ കുടുംബത്തിലെ എന്താ പറയുക 3 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് കഴുത്ത് നിരത്ത് കിണറ്റിലെറിഞ്ഞത്. 2024 ഒരു ഗൃഹനാഥനെ കൊന്ന് വീടിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടിയത്. എന്തിനാണെന്നറിയോ? പൂജയുടെ പേരിൽ ഒന്നും അറിയില്ലാത്ത പൂജാരിണിമാര് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് ആ ഗൃഹനാഥനെ കൊന്ന് വീടിനകത്ത് കുഴിച്ചിടുക. അത്രയും രീതിയിൽ വികൃതമായിക്കൊണ്ടിരിക്കുന്നു, പ്രാകൃതമായിക്കൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരു 10 പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിൻ്റെ തത്വം കേൾക്കണവർ കേൾക്കട്ടെ, പറഞ്ഞു കൊടുക്കുക. ഞാൻ മന്ത്രം ഒന്ന് ചൊല്ലാം. പ്രാർത്ഥനാ മഞ്ജരി കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ നോക്കിയിരിക്കാം. ഹോമമന്ത്രം എന്നാണ് കൃതിയുടെ പേര്. ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും അവസാനം രചിച്ചതാണ്. 1925 ഇതിൻ്റെ രചനാ കാലഘട്ടം. അതായത് പൂജാതി കർമ്മങ്ങൾ സമർപ്പണമായി ചെയ്യണം, അത് ആത്മീയതയിലേക്ക് നമ്മളെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഇതിൻ്റെ തത്വം. ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹോമമല്ല ഗുരുവിൻ്റെ ഹോമമന്ത്രം എന്നറിയുക. അതായത് ജനനം മുതൽ മരണം വരെ നമ്മുടെ ജീവിതം ഒരു ഹോമമാണെന്ന് നമുക്കറിയോ. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് രേതസ്സും രക്തവും ചേർന്ന് അല്ലേ ഒരു പിണ്ഡമായി രൂപപ്പെട്ടപ്പോൾ ഭഗവാൻ കൊളുത്തി വെച്ച എരി ഒരു ഹോമമാണ്. നമ്മൾ വിശക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആമാശയത്തിൽ നമ്മൾ ഇട്ടുകൊടുത്ത ആഹാരം നിങ്ങളറിയാതെ നിങ്ങളിൽ ഇരുന്നു കൊണ്ട് ദഹിപ്പിക്കുന്ന ഒരു ദഹനശക്തിയും ദഹനരസവും ഉണ്ടാക്കുന്ന ശക്തി ആരാണ്? അതൊരു ഹോമമാണ്. ഇനി അന്തിമയാത്രയിൽ ഈ ശരീരം അഗ്നിയിലേക്ക് തന്നെ ഹോമിക്കുന്നതൊരു ഹോമമാണ്. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവനും നിരന്തരമായൊരു ഹോമം നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോമമന്ത്രത്തിലേക്ക് കടക്കാം. ഓംകാരത്തോടു കൂടിയാണ് മന്ത്രം ആരംഭിക്കുന്നത്. ഓം അഗ്നേ തവ തേജസ്തബ്രാഹ്മം അദസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്ത ജിഹ്വാഃ ത്വയി വിഷയാ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് മന്ത്രം. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പഠിക്കുമോ? ശ്രദ്ധിക്കുമോ? ആദ്യം ഓംകാരത്തോടു കൂടിയാണ് മന്ത്രം ആരംഭിക്കുന്നത്. ഒരു ശ്ലോകം മന്ത്രമാകുന്നത് ഹോമം മന്ത്രമാകുന്നത് അതിൽ ഓംകാരം കൂട്ടിച്ചേർക്കുമ്പോഴാണ്. നിങ്ങൾ അവിടെ ഇരിക്കുക കേട്ടോ. കുറച്ച് സമയം നമ്മൾ എന്താ പറയുക ഉത്തരം കാക്കുന്ന പരിധികളായി മാറണ്ട. ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഓട്ടത്തിന് നമ്മൾ നേടുന്ന ജ്ഞാനം മാത്രമേ നമ്മൾ കൊണ്ടുപോകുകയുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ കൂടി ഇട്ടിട്ട് പോകും നമ്മൾ. അപ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന സമയം, സത്സംഗങ്ങൾക്ക് കിട്ടുന്ന സമയം അത് നഷ്ടപ്പെടുത്താതെ, അത് മതിയതിലാക്കി മറന്നിടാതെ മയാമതിയറുവാൻ മനനം തുടർന്നിടണം എന്ന് ഗുരു പറഞ്ഞു തന്നു നമുക്ക് അല്ലേ. ഇവിടെ ചെന്നിട്ടൊന്നും നമുക്ക് നേടാനൊന്നും ഇല്ല വലിയ കാര്യമായിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പോൾ ഓംകാരത്തോടു കൂടിയാണ് കൃതി ആരംഭിക്കുന്നത്. ഓംകാരം എന്ന് പറഞ്ഞാൽ പ്രണവമാണ്, ബ്രഹ്മവാചക ശബ്ദമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ 3 അവസ്ഥകളാണ്. നമ്മളിപ്പോൾ ഉണർന്നിരിക്കുന്ന ജാഗ്രത അവസ്ഥ, ഉറങ്ങുന്ന സ്വപ്നാവസ്ഥ, സ്വപ്നം കാണുന്ന അവസ്ഥയും പിന്നെ ഗാഢമായി ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയും. ഈ 3 അവസ്ഥകളെയും ചേർത്തുകൊണ്ട് ഇതിനപ്പുറം ഒരു അവസ്ഥയുണ്ട്, ഈശ്വരീയതയ്ക്കുള്ള അവസ്ഥ, തുരീയ അവസ്ഥ, തുരീയ അനുഭവം.
ഇതിനെ നാലിനെയും ചേർത്ത് കോർത്തുകൊണ്ട് ഋഷിമാർ ഉണ്ടാക്കിയ സൂത്രവാക്യമാണ് ഓംകാരം. ഈ ഓംകാരം ഒന്ന് മാത്രം മതി നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ. നമുക്ക് ഈശ്വരനിലേക്കുള്ള നമ്മുടെ യാത്രയെ സുഗമമാക്കുവാൻ എത്തിക്കാൻ പ്രണവജപം ഒന്ന് മാത്രം മതി. അപ്പോൾ പ്രണവം ചൊല്ലിക്കൊണ്ടാണ് കൃതി തുടങ്ങുന്നത്. അഗ്നിയെ സംബോധന ചെയ്യുന്നു. ഓ അഗ്നിയെ, ഇത് ഓരോ വാക്കെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അപ്പം തന്നെ പഠിക്കാം. ഓ അഗ്നി, ഇത്രയും പഠിച്ചല്ലോ. അഗ്നി, അല്ലയോ അഗ്നിദേവ. പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി അല്ലേ? ഭൂമി, ജലം, ആകാശം, വായു, അഗ്നി. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ശരീരവും ഈ മൈക്കും ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ആറാമതൊരു എലമെൻ്റ് ഇവിടെ ഇല്ല. അതിലേറ്റവും ശ്രേഷ്ഠമാണ് അഗ്നി. അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട്, അഗ്നിയെ സംബോധന ചെയ്തുകൊണ്ട് വിളിക്കുകയാണ്. ഓ അഗ്നിയെ, അല്ലയോ അഗ്നിദേവ, തവ അങ്ങയുടെ യത് തേജഃ, തവ യത് തേജഃ, തവ യത്. ബുക്ക് വല്ലതൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാം കേട്ടോ. നമ്മളൊന്നുകൂടെ പഠിക്കും. തവ യത് തേജഃ, അങ്ങയുടെ യാതൊരു തേജസ്സുണ്ടോ, തദ്ബ്രാഹ്മം, അത് ബ്രഹ്മസംബന്ധിയാണ്. അല്ലയോ അഗ്നി ഭഗവാനെ, അങ്ങയുടെ തേജസ് ബ്രഹ്മത്തിൻ്റെയാണ്. നമ്മൾ ഓരോരുത്തരിലും ഇരുന്ന് പ്രകാശിക്കുന്ന തേജസ് ആരുടെയാ? അറിയോ അത് ആരുടെയാന്ന്? ആത്മാവൊന്നും ഉണ്ടെന്ന് അറിയോ? നമുക്ക് ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഇരിക്കുന്നത് അല്ലേ? ഇങ്ങനെ പ്രകാശമാനമായിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും ചൈതന്യവത്താക്കുന്ന ശക്തിയാണ് ബ്രഹ്മം. അഗ്നിയെ എടുത്തൊരു പ്രതീകമാണ് കേട്ടോ. പ്രതീകം, ഓൺലി എ സിംബൽ. ഇതാണ് ബ്രഹ്മം എന്നല്ല പറഞ്ഞത്. തവ യത് തേജഃ, അങ്ങയുടെ യാതൊരു തേജസ്സുണ്ടോ, തദ്ബ്രാഹ്മം, അത് ബ്രഹ്മത്തിൻ്റെയാണ്. അതായത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ എലമെൻ്റാണ് അഗ്നി. നമ്മുടെ ശരീരത്തിലെ അഗ്നിയാണ് നമ്മൾ കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കുന്നതും അല്ലേ, ഖരരൂപത്തിൽ ഇപ്പോൾ കഴിച്ചിട്ടൊക്കെ ദ്രാവകമാക്കുന്നതും ദ്രാവക രൂപത്തിലാക്കുന്നതും നമ്മുടെ ചിന്താശക്തിയെ വർദ്ധിപ്പിക്കുന്നതും നമ്മുടെ നാഡീ നരമ്പുകളെയൊക്കെ പിന്നെ എന്താ പറയുക ഊർജം കൊടുക്കുന്നതും ഒക്കെ അഗ്നിയാണ്. അപ്പോൾ അഗ്നിയെ ബ്രഹ്മസ്വരൂപമായിട്ട് ഗുരു വെച്ചിട്ട് പറയുകയാണ്, അഗ്നിയുടെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മത്തിൻ്റെയാണ് എന്ന് പറയുകയാണ്. അതായത് അഗ്നിക്കും ബ്രഹ്മത്തിനും കുറച്ച് സമാനതകളുണ്ട്. അഗ്നി സർവ്വവ്യാപിയാണ്. നമ്മൾ കത്തിക്കാൻ എടുക്കുന്ന വിറകിൽ പോലും അഗ്നിയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു തീ അവിടേക്ക് വെക്കുമ്പോൾ അഗ്നി വേഗം ആളി പിടിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിൽ അഗ്നി ഉള്ളത് കൊണ്ടാണ് വിറകില്. അതുപോലെ സമുദ്രത്തിൻ്റെ അകത്ത് അഗ്നിയുണ്ട്. നമ്മൾ എത്രയോ മഴക്കാലം വർഷം വന്നാലും എന്തുകൊണ്ടാണ് നദി കരകവിഞ്ഞ് ഒഴുകാതെ അത് ഉൾക്കൊള്ളുന്നത്? അതിനകത്ത് തന്നെയുള്ള അഗ്നി അതിനെ ഉള്ളടക്കം അജമനം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിലെ നമ്മൾ നന്നായിട്ട് വിഷമിക്കുമ്പോൾ കണ്ണുനീര് വരുന്ന എന്തുകൊണ്ടാണ്? അവിടെ ഒരു അഗ്നിയുണ്ട്. നമ്മൾ ഇപ്പോൾ കഴിച്ച ആഹാരം ദഹിപ്പിക്കുന്ന അഗ്നിയുടെ പേര് ജഠരാഗ്നി എന്നാണ് അല്ലേ? അപ്പോൾ ഈ അഗ്നിയാണ് നമ്മുടെ ശരീരത്തിലെ പ്രബലമായിട്ടുള്ളൊരു എലമെൻറ്റ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ അഗ്നിയെ തന്നെ ഒരു പ്രതീകമാക്കി വെച്ചുകൊണ്ട് പറയുകയാണ് ഗുരു, അല്ലയോ അഗ്നിയെ, നിന്റെ യാതൊരു തേജസ്സുണ്ടോ തത് ബ്രാഹ്മം, അത് ബ്രഹ്മസംബന്ധിയാണ്, ബ്രഹ്മത്തിൻ്റെയാണ്. ഗുരു രചിച്ച വേദാന്ത സൂത്രം എന്നൊരു കൃതി ഗുരു രചിച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടോ വേദാന്ത സൂത്രം? വേദങ്ങളെ സൂത്രരൂപത്തിലാക്കിയത് വ്യാസമുനിയാണ്. ബ്രഹ്മസൂത്രം രചിച്ചു. കുഞ്ഞു കുഞ്ഞ് ആശയങ്ങളോട് കൂടിയ കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളാക്കി സൂത്രരൂപത്തിൽ വേദത്തെ ആക്കി വ്യാസമുനി. അതിനുശേഷം വേദത്തെ സൂത്രരൂപത്തിലാക്കിയ പരമഋഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. 24 സൂത്രങ്ങളിലൂടെ വേദാന്ത സൂത്രം തന്നിട്ടുണ്ട്. അതിൽ ഗുരു പറയുന്നുണ്ട്, തജ്ജ്യോതിഹി, ബ്രഹ്മത്തിനെ പറയുക, ബ്രഹ്മം ജ്യോതിസാണ്, തേനേദം പ്രജ്വലിതം, അവനെ കൊണ്ടാണ് സമസ്ത ചരാചരങ്ങളും പ്രോജ്വലിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് വേദാന്ത സൂത്രത്തിൽ. ഇവിടെയും ബ്രഹ്മത്തെ ഒരു പ്രതീകമാക്കി വെച്ചുകൊണ്ട് ഒരു പറയുകയാണ്, അല്ലയോ അഗ്നി, ഞാൻ ഹോമം ചെയ്യാനായിട്ട് തെളിയിച്ച അഗ്നിയുണ്ടല്ലോ, ആ അഗ്നിയുടെ തേജസ് ബ്രഹ്മത്തിൻ്റെയാണ് എന്ന് പറയുക. അതായത് നമ്മുടെ 4 വേദങ്ങളിൽ ആദ്യത്തെ വേദമായ ഹോമം, ശ്രദ്ധിക്കണേ, ഹോമം ചെയ്യുന്നവന് രത്നസദൃശമായ
പരമാത്മജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നവനാണ് അഗ്നി എന്ന സങ്കല്പത്തോടു കൂടിയാണ് അഗ്നിയെ പ്രോജ്വലിപ്പിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കും അഗ്നി സാക്ഷിയല്ലേ, അഗ്നി തെളിയിച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായ ഏറ്റവും ശ്രേഷ്ഠമായ അഗ്നി എന്താ പറയുക, ദുർഗന്ധമുള്ള വസ്തുക്കളെ പോലും കത്തിച്ച് അതിൻ്റെ ആ ദുർഗന്ധത്തെ എന്താ പറയുക ഏറ്റവും സുഗന്ധമാക്കിക്കൊണ്ട് അതിനെ തെളിയിച്ചെടുക്കുന്ന ഒരു എലമെൻ്റ് അഗ്നി മാത്രമാണ്. ഭൂമിയൊക്കെ ചീത്തയാവും, വെള്ളം ചീത്തയാവും, വായു ചീത്തയാവും, ദുർഗന്ധം വരും, പക്ഷെ അഗ്നി മാത്രം ഒരിക്കലും മലിനമാകില്ല. അതുകൊണ്ട് അഗ്നിയെ ഒരു പ്രതീകമാക്കി വെച്ചിട്ട് ഗുരു പറയുകയാണ്, അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി. നമ്മൾ ഹോമം ചെയ്യുമ്പോൾ അഗ്നി തെളിയിക്കുമ്പോൾ നമ്മുടെ സങ്കല്പം എന്തായിരിക്കണം? അല്ലയോ അഗ്നി, നീ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഞാൻ എത്തിപ്പെടേണ്ട അനുഭവമാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ തെളിയുന്ന പ്രകാശം ബ്രഹ്മസംബന്ധിയാണ്. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ എത്തിച്ചേരേണ്ടത് ആ ബ്രഹ്മത്തിലേക്ക് തന്നെയാണ്. വേറെ ഒരു ഗതിയും വഴിയും എനിക്കിവിടെ ഇല്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ശ്രേയസ്സിലേക്ക് എന്നെ നയിക്കുന്ന ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ട് അഗ്നിയെ എടുത്ത് കൊളുത്തി വെച്ചേക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ ബ്രഹ്മമാണെന്ന്. അതായത് ഗുരു നമുക്ക് നിരവധിയായ ക്ഷേത്രങ്ങളെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് തന്നിട്ടുണ്ട്. ഒത്തിരി ദേവീദേവ സങ്കല്പങ്ങൾ തന്നിട്ടുണ്ട്. എന്തിനായിരുന്നു അതൊക്കെ? ഒരൊറ്റ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ, ഏക ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഗുരു പല പ്രതീകങ്ങൾ നമുക്ക് തന്നു. ഈ പ്രതീകങ്ങൾ ഒരു സിമ്പൽ മാത്രമാണ്. ഈ പ്രതീകങ്ങൾ വെച്ചിട്ട് ഗുരു പറഞ്ഞ എന്താ? ഇത് നീ എത്തിച്ചേരേണ്ട ചൈതന്യത്തിൻ്റെ, ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. നിനക്ക് എത്തിച്ചേരേണ്ട ആ ചൈതന്യത്തിൽ നീ ഇതിലൂടെ എത്തിച്ചേരണം. അല്ലാതെ പ്രാകൃതമായ ഭക്തിയിലൂടെ നമുക്ക് ഭൗതിക സുഖഭോഗപരതയ്ക്ക് വേണ്ടി മാത്രം ദൈവത്തിനെ ആശ്രയിക്കുന്ന നമ്മളോട് പറയുകയാണ്, നിന്റെ ലക്ഷ്യം ഭൗതിക സുഖഭോഗപരത നേടുക അല്ല. പിന്നെ എന്താ? നിന്റെ ജീവിതയാത്രയിൽ നീ എവിടുന്നാണോ വന്നത് ആ സ്വസ്ഥാനത്തേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അത് ആ വഴി അറിയാത്തത് കൊണ്ട് എത്രയോ ജന്മങ്ങളായി എത്രയോ മാതാക്കളുടെ ഗർഭപാത്രത്തിലൂടെ കയറി ഇറങ്ങി ഇതാ ശ്രേഷ്ഠ ജന്മമായ മനുഷ്യജന്മത്തിലെത്തിയിരിക്കുന്നു. എന്തൊക്കെയോ സുഹൃതം കൊണ്ട്, പുണ്യം കൊണ്ട്, ഈ എന്താ പറയുക, ഇത്തരത്തിലുള്ള മഹത്തുക്കളുടെ ഗുരു നമുക്ക് വിഭാവനം ചെയ്ത SNDP അല്ലെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ കൃപാലുക്കളായ മഹത്തുക്കൾ ഇത്തരത്തിൽ എത്രയോ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് നിരവധി ശാഖകളിൽ നിന്ന് സന്നിഹിതരായിരിക്കുന്ന ആ മഹത്തുക്കളെ ഇവിടെ എത്തിച്ചിട്ട് ഇത് പറയിപ്പിക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ കാരുണ്യമെന്നല്ലാതെ എന്താ പറയുക? എത്രയോ ജന്മങ്ങളായി നമ്മൾ ചെയ്ത സുഹൃതമായിരിക്കും ഈ സത്സംഗം നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുക. നമുക്ക് ശാരീരികമായി സുഖം വേണം, നമ്മുടെ വീടിന് അതിനുള്ള സാഹചര്യം വേണം. വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്നാൽ നമ്മളിവിടെ വരാനുള്ള വഴി മുടങ്ങും അല്ലേ? എത്രയോ സാഹചര്യം ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടാണ് നമുക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനും ഇത് കേൾക്കാനും സാധിച്ചത്. സത്യമല്ലേ? എത്രയോ ആളുകൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പറ്റുന്നില്ല ഇല്ലേ? ഇതിനൊക്കെ അപ്പുറം നമ്മളിൽ ദൈവം എന്തോ ഒരു കരുണ കാണിച്ചിട്ടുണ്ട്. ഒരു കരുണ, ഗുരുവിൻ്റെ ഒരു നോട്ടം, ആ തിരുനോട്ടം നമ്മുടെ മുന്നിലേക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇരുന്ന് കേൾക്കാനും. നിന്റെ ജീവിതത്തിൽ നീ ആരിൽ നിന്ന് വഞ്ചിതരാകരുത്. ഇതാണ് സത്യം. ഈ രചിച്ചു തന്നതൊക്കെ നിങ്ങളൊന്ന് മനനം ചെയ്യൂ, പഠിക്കൂ. 100-ാം വാർഷികം എത്തിയപ്പോൾ ഇതിനെക്കുറിച്ച് 2 വാക്കൊക്കെ പറയാതെ നമ്മൾ ഈ ദർശനോത്സവം കടന്നുപോയാൽ വലിയ നഷ്ടമാണ്. ഗുരുവിനോട് ചെയ്യുന്ന ഒരു നിന്ദയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തിരി തത്വചിന്താപരമാണെങ്കിലും ഈ ഉച്ച സമയമാണെങ്കിലും ഞാൻ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഹോമമന്ത്രം തന്നെ വിഷയമായി എടുക്കാമെന്ന് കരുതിയത്. നമുക്ക് പറയാലോ, 100 വർഷമായപ്പോൾ ഞങ്ങൾ ഹോമമന്ത്രം കേട്ടു എന്ന് പറയാം. മനസ്സിലാകണമെങ്കിൽ ഇനിയും നമ്മൾ കൂടുതൽ നമ്മളത് മനനം ചെയ്യുക. അപ്പോൾ ബ്രഹ്മ എന്താന്ന് പറഞ്ഞു? ഈ ലോകത്തെ യഥോവ ഇമാനി ഭൂതാനി ജായന്തെ ഏന ജാതാനി ജീവന്തി യത് പ്രയന്ത അഭിസംവിശന്തി തദ്ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും എന്തിൽ നിന്നുണ്ടായി, എന്തിൽ നിലനിന്ന് എന്തിലേക്ക് മടങ്ങുന്നുവോ അതാണ് ബ്രഹ്മം. അതിനെ നീ അന്വേഷിക്കൂ. നമ്മളാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? എൻ്റെ വഴി, ഞാൻ എന്തിനാ ഈ ലോകത്തേക്ക് വന്നത്?
കുറച്ച് കുടുക്കയിൽ ചാരമായിട്ട് കിട്ടി പോകാനാണോ? അല്ലട്ടോ. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, മനസ്സിന് ശക്തിയുള്ളപ്പോൾ, ആരോഗ്യത്തിന് ശക്തിയുള്ളപ്പോൾ ഇതൊക്കെ കുറച്ച് കേൾക്കണം. ഇനി വരുന്നൊരു ജന്മത്തിൽ കേട്ടതിൻ്റെ ബാക്കി കേൾക്കാൻ വരും. ജന്മശ്രേയസ് ഉണ്ടാകണം. ഈ മഹാഗുരുവിനെ കിട്ടിയില്ലേ കുലത്തിലെ, അത് എന്താ പറയുക, ഏറ്റവും മഹനീയമായി ഈ ജന്മത്തെ തീർത്തുകൊണ്ട് നമുക്ക് കടന്നു പോകണം. ഗുരു നമ്മളോട് ഒരു സാധാരണ മനുഷ്യനോട് പോലും ഗുരു പറയുമ്പോൾ അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ മനസ്സിനെ എങ്ങനെ സംസ്കരിക്കാം എന്നുള്ള രീതിയിലാണ് ഗുരു സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ കൂർക്കഞ്ചേരിയിൽ ഒരു ഭക്തൻ സന്ധ്യാസമയത്ത് ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഗുരു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭക്തൻ വന്നിട്ട് ഗുരുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, വേദാന്തം വളരെ ബുദ്ധിമുട്ടാണല്ലേ, ഒത്തിരി ബുദ്ധിമുട്ടുള്ള തത്വങ്ങൾ അതിലുണ്ട്, പക്ഷെ ചിലതെല്ലാം വളരെ എളുപ്പമാണല്ലോ, നാം അത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഉണ്ട് സ്വാമി, അപ്പോൾ പിന്നെ ഒന്ന് കേട്ടാൽ കൊള്ളാം. അപ്പോൾ പിന്നെ പറയാണ്, ഈ ഉടുത്തിരിക്കുന്ന വസ്ത്രം, ഇപ്പോൾ വസ്ത്രം ഉണ്ടല്ലോ, ഉണ്ട്, അത് ഒന്ന് പിരിച്ചു നോക്കൂ. നമ്മളോടാണ് കേട്ടോ, നമ്മളെ കൂടി അറിയണം. ഈ ലോകത്തിലെ എന്ത് നമ്മൾ തിരഞ്ഞാലും ചെന്ന് അവസാനിക്കുന്നത് ഈശ്വരനിലാണ്, ബ്രഹ്മത്തിലാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇത് പറയുന്നത്. ഇനി വസ്ത്രം പിരിച്ചപ്പോൾ നൂല് മാത്രമായി പോയി, വസ്ത്രം ഇല്ല അവിടെ, നൂലായി. ഈ നൂലിനെ ഒന്ന് പിരിച്ചു നോക്കൂ, അത് പഞ്ഞിനാരായി മാറി നൂല് പോയപ്പോൾ. പഞ്ഞിയെ ഒന്ന് വിശ്ലേഷണം ചെയ്ത് നോക്കൂ. ഇങ്ങനെ വിശ്ലേഷണം ചെയ്യുമ്പോൾ അത് പഞ്ചഭൂത തന്മാത്രകളായി മാറും. പ്രപഞ്ചത്തിലെ എല്ലാം നമ്മളെ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ പഞ്ചഭൂത തന്മാത്രകളാണ് നമ്മൾ ഇരിക്കുന്നവരൊക്കെ. ഈ പഞ്ചഭൂത തന്മാത്ര ഉണ്ടായത് പരബ്രഹ്മ സ്വരൂപത്തിൽ നിന്നാണ്, അല്ലാന്ന് തെളിയിക്കാൻ ഇന്ന് ശാസ്ത്രലോകത്തിന് വരെ സാധിച്ചിട്ടില്ല. ദൈവഗണമാണ് പ്രപഞ്ചകാരണം എന്ന് വരെ അവരെ എത്തിയിട്ടുള്ളൂ. അതാണല്ലോ ഈ പഞ്ചഭൂത തന്മാത്രകൾ. ഗുരു പറയുകയാണ്, അപ്പോൾ സ്വാമി വസ്ത്രം ഉണ്ടെന്ന് തോന്നുന്നതോ? ഇവിടെ ഒന്നുമില്ല, ശരിയായ കാഴ്ചയല്ലത്. ഒരു വസ്തുവിനെ പിരിച്ചു നോക്കുമ്പോൾ അതില്ലെങ്കിൽ ആ വസ്തു ഉണ്ടെന്ന് എങ്ങനെ പറയാനാവും? പക്ഷെ അപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നതോ സ്വാമി, അത് മായയാണ്, ഭ്രമമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ നല്ല സമയങ്ങളൊക്കെ എടുത്തോണ്ട് പോയി, എല്ലാം ഓർമ്മയുണ്ടോ? ശൈശവം മുതലുള്ള എത്രയോ സുവർണകാലങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. സ്വപ്നമില്ലേ? എല്ലാം നമ്മൾ സത്യമെന്ന് കരുതി പിടിച്ചിരിക്കുന്നത് ഓരോന്നിനും കൊണ്ടുപോവുക. ഗുരു പറയുകയാണ്, എല്ലാം ഭ്രമം, ഉള്ളത് പ്രകാശം മാത്രം. തജ്ജ്യോതിഹി, ഉള്ളത് ബ്രഹ്മം മാത്രം, അത് പ്രകാശമാണ്. അല്ലേ? ഒരു 10,000 അതിഥേയറന്നായി വരുന്നത് പോലെ വരും വിവേകവൃത്തി. ഗുരു അനുഭവിച്ച ആത്മസാക്ഷാത്കാരത്തെ ഗുരു അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നത്. 10,000 സൂര്യചന്ദ്രപ്രഭയാർന്ന ആ വെളിച്ചം, മഹാവെളിച്ചം. അത് വെളിച്ചമെന്നൊന്നും പറയാൻ പറ്റില്ല, വാക്കുകൾ കൊണ്ട് പറയാനാവാത്ത സത്യത്തെ സാധാരണ മനുഷ്യരായ നമ്മൾക്ക്, അജ്ഞരായ നമുക്ക്, ദീനം പിടിച്ചും മധുര പിടിച്ചും കിടക്കുന്ന നമുക്ക് ആത്മീയമായ തിരിച്ചറിവ് തന്നിട്ട് നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് കാട്ടിത്തരികയാണ് ദേശികനായി നിന്നുകൊണ്ട് ഗുരു. നമുക്ക് സഞ്ചരിക്കാം ഗുരു കാണിച്ചു തരുന്ന വഴിയിലൂടെ. ജീവിതത്തിൻ്റെ മുള്ളുകളും മലരുകളൊക്കെ ധാരാളമുണ്ട്, അവിടെ ആനന്ദവുമുണ്ട്, സത്യവുമുണ്ട്. ആ വഴിയിലൂടെ നീ നടക്കൂ എന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ പറയുകയാണ്, അഗ്നേ തവ തേജസ് തത് ബ്രഹ്മം, അഗ്നേ തവ യത് തേജഃ തത് ബ്രഹ്മം. നിന്റെ തേജസ് ബ്രഹ്മത്തിൻ്റെയാണ്. ഈ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെയും തേജസ് ജഗദീശ്വരൻ്റെയാണ്. അതഹ, അതുകൊണ്ട് ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി, നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. ശിവനെ വെച്ചിട്ട് പറഞ്ഞു ഇത് ബ്രഹ്മമാണ്, ഗണപതിയെ വെച്ചിട്ട് പറഞ്ഞു ഇത് ബ്രഹ്മമാണ്, ദേവിയെ വെച്ച് പറഞ്ഞു ദേവി ലോക എന്താ പറയുക സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ പ്രപഞ്ചശക്തിയായ അമ്മേ, നീയാണ് ഈ പ്രപഞ്ചകാരണമെന്ന്. അല്ലേ? എല്ലാ പ്രതീകങ്ങളും ബ്രഹ്മത്തിലേക്ക് എത്താനുള്ളതാണ്. ഭൗതിക സുഖഭോഗങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ളതല്ല ഈശ്വരഭക്തി. ഇതാദ്യം നമ്മൾ അറിയണം. സമർപ്പണമാണ് ഭക്തി. എന്നിലെ അഹന്തയെ ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എണ്ണയും പുഷ്പങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളൊക്കെ ആയിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത്. ഇതെടുത്തിട്ട് നീ ഇങ്ങെടുത്താ നല്ല പറയണ്ടേ, ഭഗവാനെ ഇത് ഞാനാണ്, ഞാൻ എന്നെ തന്നെ, നീ തന്നെയാണ് ഞാൻ,
നിന്റെ ചൈതന്യമാണ് എന്നിൽ ചൈതന്യമായി തുടിക്കുന്നത്. ദാ ഞാൻ നിനക്ക് എന്നെ സമർപ്പിക്കുന്നതിന് തുല്യമായിട്ടാണ് ദ്രവ്യങ്ങൾ വയ്ക്കുന്നത്. അല്ലാതെ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ ജോലി കിട്ടാനോ അല്ലെങ്കിൽ എന്താ പറയുക സന്താനത്തിനോ ഒന്നുമല്ല ഇത് ചെയ്യണത്. നമ്മുടെ അഹന്തയെ കളഞ്ഞിട്ട് ശുദ്ധമായി തെളിയിച്ചെടുത്തിട്ട് അതിനെ ഈശ്വരനിലേക്ക് എത്തിക്കുക. ഇനി യജ്ഞവും യാഗവും ഹോമമൊക്കെ ഇതാ ഈ ഒരു മനസ്സിൻ്റെ നിങ്ങൾക്കിനി ലക്ഷങ്ങൾ മുതൽ മുടക്കി ഹോമവും യജ്ഞമൊക്കെ ചെയ്തോളൂ. പക്ഷേ സങ്കല്പം ഇതായിരിക്കണം, എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടാനുണ്ടെന്നല്ല, ഞാൻ എനിക്ക് ഭഗവാൻ തന്നത് ഞാൻ ഭഗവാന് കൊടുക്കുന്നു. ആ സങ്കല്പത്താൽ അല്ലാതെ ഈശ്വരൻ നമ്മളിൽ പ്രസാദിക്കുകയില്ല എന്ന് ഇതാ ഹോമമന്ത്രം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നു. അപ്പോൾ നീ ബ്രഹ്മമാണെന്നല്ല പറഞ്ഞത്. ഹോമമന്ത്രത്തിൽ അഗ്നിയെ തെളിയിച്ചിട്ട് ഗുരു പറഞ്ഞത് നീ ബ്രഹ്മമാണെന്നല്ല, നീ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജപവും ധ്യാനവും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ അഹന്തയെ ഈശ്വരൻ്റെ മുമ്പിലേക്ക് അങ്ങ് സമർപ്പിക്കുന്നതിലാണ്. ഇവിടെ ഒരു അമ്മച്ചി വന്നിരുന്ന് നെഞ്ചു പൊട്ടി പാടിയില്ലേ അല്ലേ, നാമകീർത്തനം ചൊല്ലുവാനല്ലെങ്കിൽ അല്ലേ, നാവെനിക്ക് എന്തിന് അല്ലേ, അങ്ങയെ കാണാനല്ലെങ്കിൽ എനിക്ക് കണ്ണെന്തിന് അല്ലേ, കണ്ണെന്തിനു തന്നു ഭഗവാൻ അല്ലേ, നാരായണനെ നാരായണ രൂപം കാണാൻ അല്ലേ, നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലാൻ. നല്ല പോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം തന്നിരിക്കുന്നത് ആ ജഗദീശ്വരനെ വണങ്ങാൻ വേണ്ടി കൂടിയാണ്. അതറിയാതെ എന്തൊക്കെയോ എനിക്കിവിടെ നേടാനുണ്ട് എന്ന് കരുതി ഒരു ഈയാമ്പാറ്റ കണക്ക് വെളിച്ചം ഉണ്ട് എന്ന് കരുതി ഓടുന്ന നമ്മോട് പറയുകയാണ്, നിനക്കിവിടെ നേടാനുള്ള വഴികൾ ഇരുട്ട് മൂടി ചാരം മൂടി കിടക്കുന്നു, അതിനെയൊക്കെ തെളിയിച്ചെടുത്തിട്ട് നീ സന്മാർഗത്തിലൂടെ നല്ല വഴിയെ കൊണ്ടുപോകണം. എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ നീ കൊണ്ടുപോകുമോ? നിത്യപ്രാർത്ഥന ചൊല്ലാറുണ്ടോ അല്ലേ? നമ്മുടെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ലേ? ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്ന കൃതിയുടെ പേരെന്താ? ഹോമ മന്ത്രം. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. മന്ത്രങ്ങൾ രചിക്കാൻ ഋഷിമാർക്ക് മാത്രമേ പറ്റുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, പരമഋഷിയായ മന്ത്രം രചിച്ച മഹാഗുരു. മന്ത്രങ്ങൾ മനുഷ്യകൃതമല്ല, ദൈവകൃതമാണ്. മന്ത്രസദൃശമായ രചനകൾ ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇതിൽ ഓരോ വാക്കും എടുത്തു വെച്ച് പഠിച്ചോളൂ. അതായത് ആ കൽപ്പാന്ത കാലത്തോളം പഴക്കമുള്ള ആ വേദഭാഷയിൽ തന്നെ ഒരു നിമിഷം കൊണ്ട് അവിടുന്ന് അത് രചിച്ച് കയ്യിലേക്ക് തന്നപ്പോൾ ഭഗവാനെ ആ പരമ്പൊരുളിനെ കിട്ടിയിട്ട് അങ്ങയെ ഞങ്ങൾക്ക് അറിയുവാനുള്ള ബുദ്ധി അല്ലെങ്കിൽ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് അതും കൂടി ഞങ്ങൾക്ക് വേണമെന്ന് ഇത്തരത്തിലുള്ള ദർശനോത്സവത്തിൽ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇത് പറയുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ. അല്ലയോ അഗ്നി, ഹോമകുണ്ഡത്തിലേക്ക് ഒരു 8 ഇഷ്ടിക വയ്ക്കുക. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നു, ഒരു 8 ഇഷ്ടിക വയ്ക്കുക. കുറച്ച് ഹവിസുകൾ എന്തൊക്കെയാണ്? എള്ള്, കുറച്ച് തേങ്ങാപ്പൂള്, പുഷ്പങ്ങൾ, നെയ്യ്, കുറച്ച് വിറക്. അത് നല്ല ചെറുതായിട്ട് വിറകുകൾ എടുത്തിട്ട് അത് ഈ ഹോമമന്ത്രം ചൊല്ലും. ഒരു പൂജാരിയെയും വിളിക്കേണ്ട, ഒരു ചാർത്ത് നിങ്ങൾക്ക് വേണ്ട. ഗുരുവിൽ വിശ്വാസമുണ്ടോ? ഗുരു എപ്പോഴും ചോദിക്കുന്നുണ്ട്, വിശ്വാസമുണ്ടോ? നമ്മളെയും തെളിയിക്കും, ചെയ്യുന്നവനെയും തെളിയിക്കും, ചെയ്യുന്നവൻ്റെ ഗ്രഹവും തെളിയിക്കും, അവൻ്റെ ഭാവവും തെളിയും. നമ്മൾ കുറേ പൈസ ചിലവാക്കി കുറേ മന്ത്രവും ചൊല്ലി, അർത്ഥമറിയാതെ കുറേ മന്ത്രവും ചൊല്ലി അതിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിലും എത്രയോ ശ്രേയസ്കരമാണ് ഭഗവാനെ ഈ ഹോമമന്ത്രത്തിൻ്റെ അർത്ഥം ഒന്ന് പഠിച്ചിട്ട് ഇത് ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ വെക്കുന്ന ഹവിസുകൾ അതിലേക്ക് അർപ്പിക്കുന്നത്, സമിത്തുകൾ അതിലേക്ക് അർപ്പിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. 8 ഇഷ്ടിക വയ്ക്കുക, നെയ്യ്, അതുപോലെ തന്നെ ഇത്രയും സമിത്തുകൾ ശേഖരിച്ചിട്ട് നിങ്ങൾ ഹോമമന്ത്രം ചൊല്ലി അതിലേക്ക് അർപ്പിച്ചാൽ മതി. നമ്മുടെ വീട്ടിലൊരു ചടങ്ങ് വരുമ്പോൾ ചെയ്തു നോക്കൂ. ഇത് ഹോമമന്ത്രം പഠിച്ചിട്ട് അടുത്തൊരു ചതയം വരുമ്പോൾ നിങ്ങളത് ചെയ്യുക. 8 ഇഷ്ടിക വയ്ക്കുക, അതിലേക്ക് ഇത്രയും സമിത്തുകൾ ഒരുക്കുക. എന്തൊക്കെയാ? എള്ള്, തേങ്ങാപ്പൂള്, പുഷ്പങ്ങൾ, നെയ്യ്, കുറച്ച് വിറക് അല്ലേ? ഇഷ്ടിക വെച്ചിട്ട് അതിലേക്ക് ഓരോന്നും എടുത്തിടുമ്പോൾ അഗ്നേ തവയ തേജസ്തദ് ബ്രഹ്മം. ആദ്യം ദീപം തെളിയിച്ച് വെക്കും നമ്മളല്ലേ.
ആ ഹോമാഗ്നിയിലേക്ക് തെളിയിക്കുന്ന ദീപം ബ്രഹ്മത്തിൻ്റെയാണെന്ന് പറഞ്ഞിട്ട് പറയുക, അധസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി അധഹ, അതുകൊണ്ട് ത്വം നീ പ്രത്യക്ഷം ബ്രഹ്മാസി, പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാണ്. ബ്രഹ്മം പ്രത്യക്ഷമല്ല, അഗ്നി പ്രത്യക്ഷമാണ്. പ്രത്യക്ഷമുള്ള വസ്തുവിനെ എടുത്തു വെച്ചിട്ട് പറയുകയാണ് ഇത് ബ്രഹ്മമാണെന്ന്. കാരണം രൂപമില്ലാത്തതിനെ എടുത്തു വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമോ? ഈ മാമ്പഴത്തിൻ്റെ മധുരം എടുത്ത് കാണിക്കാൻ പറ്റുമോ? മാങ്ങയെ ചൂണ്ടിക്കാണിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലേ? മധുരം കാണിക്കാൻ പറ്റുമോ? അപ്പം അതുപോലെ ബ്രഹ്മം, ഈശ്വരൻ, ദൈവം കണ്ണില്ലാതെ കാണുകയും മൂക്കില്ലാതെ മണക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും നാവില്ലാതെ രുചിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്സ്വരൂപനാണ് ദൈവം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയോ? രൂപമില്ല എന്ന് പറയണത്. എല്ലാ രൂപത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാ. മീനായതും ഭവതി മാനായതും ജനനി, അല്ലേ? നീ നാഗവും നഖകം താനായതും ധരനദീ നാരിയും നരനുമാ നാഗവും നരകവും, എല്ലാതുമായിരിക്കുന്നത് ഈശ്വരനായതുകൊണ്ട് ഇന്ന രൂപമെന്ന് പറയാൻ പറ്റില്ല. ഈശ്വരൻ്റെ സ്പന്ദനമില്ലാത്ത ഒരു കല്ലിൻ കഷ്ണം പോലും ഈ ലോകത്തില്ല. അങ്ങനെയുള്ള ഈശ്വരനെ നമുക്ക് പരിചയപ്പെടുത്തി തരണം. വാക്കിനും ചിന്തയ്ക്കും അപ്പുറത്തുള്ള പരബ്രഹ്മത്തെ ഒരു സാധാരണ മനുഷ്യൻ്റെ ദർശന പരിധിയിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു പ്രതീകം വേണം. അഗ്നിയെ വെച്ചിട്ട് പറയാണ് നീ ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ്. എന്നിട്ട് പറയാണ് ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ, ത്വദീയ നിൻ്റേതായിട്ടുള്ള സപ്തജിഹ്വാഹ, അഗ്നിക്ക് 7 നാക്കുണ്ട്. ജിഹ്വ എന്ന് പറഞ്ഞ നാക്ക്, സപ്തജിഹ്വ എന്ന് പറഞ്ഞ 7 നാക്കുണ്ട് അഗ്നിക്ക്. എനിക്കുമുണ്ട് 7 നാക്ക്, നമുക്കൊക്കെ 7 നാക്കുകളുണ്ട്. അത് ഏതാ? ഇന്ദ്രിയാണി മനോബുദ്ധി. 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, പിന്നെ മനസ്സ്, ബുദ്ധി. ഈ ഇന്ദ്രിയ കണ്ടും കേട്ടും മണത്തും രുചിച്ചും അറിയുന്ന ഇന്ദ്രിയങ്ങളിലൂടെ, അല്ലേ? പിന്നെ ഇപ്പം ഇരിക്കുമ്പോൾ ടീച്ചർ എപ്പോഴാണ് ഇതൊന്ന് നിർത്തുന്നത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? ഇനി എപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയായിരിക്കും? നമ്മുടെ ഉള്ളിലുള്ള കുറേ ചിന്തകളുണ്ടല്ലേ, മനസ്സിൻ്റെ സങ്കല്പങ്ങളും വികല്പങ്ങളും ഒക്കെ ചേർന്ന് 7 നാക്ക് നമുക്കുമുണ്ട്. നാം 5 ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും കാര്യങ്ങൾ എടുക്കുമ്പോൾ അഗ്നിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഹവിസുകളെ ഈ 7 ജ്വാലകൾ കൊണ്ടാണ് അഗ്നി എടുത്തിട്ട് ജ്വലിപ്പിച്ചിട്ട് അതിൻ്റെ ആ ചൈതന്യത്തെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നത് എന്നാണ് സങ്കല്പം, അല്ലേ? അഗ്നി 7 നാക്കുകൾ കൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമിത്തുക്കളെ ഒപ്പിയെടുക്കുന്നത്. അപ്പോൾ അഗ്നിക്ക് എത്ര നാവുണ്ട്? 7 നാക്ക്. എത്രയാ? അതിനെ എങ്ങനെ പറയാ ഹോമോന്ത്രത്തിൽ? സപ്തജിഹ്വാഹ. എങ്ങനെ പറയാ? സപ്തജിഹ്വാ. ഏതൊക്കെയാ അഗ്നിയുടെ സപ്തജിഹ്വകൾ? അതായത് മുണ്ടകോപനിഷത്ത് പറയുന്നുണ്ട്, കാളീ കരാളീച്ച മനോജവാച്ച സുലോഹിതായാച്ച സുദ്രുമവർണ സ്ഫുലിംഗിനി വിശ്വരുചീച്ച താവ് ലേലായമാനേതി സപ്തജിഹ്വ. കാളി, കറുത്ത. നമ്മളിപ്പോൾ ഒന്നും നമ്മൾ അടുപ്പ് കത്തിക്കുന്ന വീട് എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അടുപ്പ് കത്തിക്കുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ ഉണ്ട് ഇവിടെ. അതായത് മിക്ക വീടുകളിൽ അടുപ്പില്ല. കറുത്തിരുണ്ട പുകയോടുകൂടി കത്തുന്ന തീജ്വാലയ്ക്കാണ് കാളി എന്ന് പറയുക. കണ്ടിട്ടുണ്ടോ അത്? കരാളി ശരിക്കും എന്താ പറയുക, എല്ലാത്തിനെയും വിഴുങ്ങാൻ ഉള്ള ഒരു ഭാവത്തോടുകൂടി നിൽക്കുന്ന കരാളി. മനോജവ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗതയുള്ളത് മനസ്സിനാന്ന് പറയും. ഇവിടെ ഇരുന്ന് നമുക്ക് പെട്ടെന്ന് അമേരിക്കയിൽ പോകാം, അല്ലേ? എവിടെ വേണമെങ്കിലും മനസ്സിന് പോവാം. ഇവിടെ ഇപ്പോൾ വീട്ടിൽ പോയി എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ടാവും നമ്മളല്ലേ? നമ്മൾ നടക്കണമെങ്കിൽ ശരീരം നടക്കണം, വണ്ടിക്കാശ് കൊടുക്കണം, എന്തൊക്കെ വേണം. പക്ഷെ മനസ്സിന് എവിടെയും ഫാസ്റ്റിൽ പറയും. പ്രകാശരശ്മികളെക്കാൾ വേഗതയാണ് മനസ്സിനെന്ന് ഈശാവാസി പറയുന്നുണ്ട്, അല്ലേ? ഈശാവാസി പറഞ്ഞാൽ മനസ്സിനേക്കാൾ വേഗതയാണ് ആത്മാവിന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താ നമ്മൾ പറഞ്ഞു വന്നത്? അഗ്നിയുടെ നാക്കല്ലേ? മനസ്സിനെ പോലെ വേഗതയുള്ള ഒരു ജ്വാലയുണ്ട്, കറുത്തിരുണ്ടത്. പിന്നെന്താ? കരാളി, ഭീകരമായ മുഖത്തോടു കൂടിയത്, എല്ലാത്തിനെയും വിഴുങ്ങുന്നത്, മനസ്സിനെ പോലെ വേഗതയുള്ളത്. സുലോഹിത, നല്ല ചുവന്ന നിറത്തിൽ കത്തുന്ന തീ. അടുക്കളയിൽ തീ കത്തിക്കുന്നവർക്ക് ഇതൊക്കെ പരിചയമാണ്. സുദ്രുമവർണ്ണ, ചില ചാര നിറത്തിൽ വരുന്ന ജ്വാല, ചില പൊട്ടി സ്ഫുലിംഗിനി, പൊട്ടി കത്തുന്ന തീ, അല്ലേ? വിശ്വരുചി, ബ്രസീലിലൊക്കെ ഇങ്ങനെ കാട്ടുതീ പിടിക്കുന്ന പറയില്ലേ, ഒരു നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലാക്കും എല്ലാത്തിനെയും. അങ്ങനെ 7 നാക്കുകളുണ്ട് അഗ്നിക്ക്.
ആ 7 നാക്കുകളെ സപ്തജിഹ്വകളിലൂടെയാണ് നീ സമിത്തുകൾ എടുക്കുന്നത്. അതുപോലെ ഞാൻ ഈ ലോകത്തെ അറിവുകൾ, 5 അറിവ് ജീവിയാണ് നമ്മൾ. കണ്ടും കേട്ടും മണത്തും രുചിച്ചും അറിയുന്ന സകല വസ്തുക്കളും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും എല്ലാം സമിത്തായിക്കൊണ്ട് ത്വയി വിഷയ ഇതി സമിധോ ജുഹോമി. അതല്ലോ ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ എന്ന് പറഞ്ഞ് നിനക്ക് 7 നാക്കുണ്ട്. ഏതൊക്കെയാ? കാളി, കരാളി, മനോജവ, സുലോഹിത, സുദ്രുമവർണ്ണ, സ്ഫുലിംഗിനി, വിശ്വതി. നമുക്കും 7 നാക്കുണ്ട്. ഏതാ? നമ്മളും 7 നാവിലൂടെയാണ് ഈ കാണുന്ന അറിവുകളൊക്കെ എടുക്കണത്. ഏതാ? പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. അപ്പോൾ എന്താ പറയാണ്? അതായത് പഞ്ചേന്ദ്രിയവും മനസ്സും ബുദ്ധിയും നിന്റെ 7 നാക്കുകളാണ്. എൻ്റെ ഇന്ദ്രിയ മനസ്സുകളെ 7 നാക്കുകളാക്കിക്കൊണ്ട് ഞാനിതാ നിന്നിലേക്ക് ഹോമം ചെയ്യുന്നു. അതായത് ഒന്നറിയണം, ഒരേ ഒരു ഈശ്വര ചൈതന്യം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരേ ഒരു ഈശ്വര ചൈതന്യം തന്നെയാണ് കണ്ണിലൂടെ കാഴ്ചയായും, മൂക്കിലൂടെ മണമായും, ത്വക്കിലൂടെ സ്പർശമായും, നാവിലൂടെ രുചിയായും ഒക്കെ വരുന്നത് ഒരേ ഒരു ഈശ്വര ശക്തിയാണ്. ഒരേ ഒരു തീ തന്നെയാണ് 7 നാക്കുകളിലൂടെ പല സ്വഭാവത്തിൽ വരുന്നത്. ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഒരു 5 ദ്വാരങ്ങളുള്ള കൊട്ടയിട്ട് മൂടി വെച്ചാൽ ഒരു വിളക്ക് തന്നെയല്ലേ 5 ദ്വാരത്തിലും വരുന്നത്. അപ്പം നമ്മുടെ കണ്ണിന് കണ്ണാരാ? ബ്രഹ്മ. മനസ്സിന് മനസ്സാരാ? അർക്കാനലാദി. ഇതൊക്കെ പറഞ്ഞ പെട്ടെന്ന് ചോദിക്കും. എന്താ പറഞ്ഞേ? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ, അല്ലേ? താനെന്ന് ഉറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമഃ, അല്ലെ? നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ വന്നതും എല്ലാം ഒരേ ഒരു ഈശ്വര ശക്തിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ലോകത്തെടുക്കുന്ന സകലമായ അറിവുകൾക്കും ചൈതന്യം പകരുന്നത് നീയാണ്. നിനക്ക് 7 നാക്കുകളുണ്ട്, അതിലൂടെയാണ് നീ ഹവിസ്സുകളെ എടുക്കുന്നത്. ഞാനും ഈ ലോകത്ത് വ്യവഹരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അടുത്ത പറയാണ് ത്വയി വിഷയ. ഇതിപ്പോൾ ആദ്യം നമ്മൾ അഗ്നി ജലിച്ചു, അത് ബ്രഹ്മമാണെന്ന് സങ്കല്പം ചെയ്തു. ഞാൻ ഇതിലേക്ക് അർപ്പിക്കുന്നത് നീ നിന്റെ ജ്വാലകളിലൂടെയാണ് എടുക്കുന്നത്. ഞാനും ഈ ലോകത്ത് അറിവെടുക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ആണെങ്കിലും അതെല്ലാം ഒരേ ഒരു ഈശ്വരൻ്റെ ചൈതന്യമാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയായി വരുന്നത്. അത്ര മനസ്സിലായോ? 5ഉം വേറെ അല്ല കേട്ടോ. കാഴ്ച, കേൾവി ഇതൊക്കെ പറയുന്നത് വേറെയല്ല. ഒരേ ഈശ്വര ശക്തി. ഉപകരണം വ്യത്യാസം വരുമ്പോൾ നമ്മൾ വേറെയാണെന്ന് പറഞ്ഞു പോകും, അല്ലേ? ചെവിയിലൂടെ കേൾക്കുമ്പോൾ അത് ചെവി ഉപകരണമായതുകൊണ്ട് കേൾവി എന്ന് പറയണം. ഒരു ഈശ്വരശക്തി തന്നെ 5 ഇന്ദ്രിയങ്ങളിലൂടെ വരണത് എന്ന് ആദ്യം അറിയുക. എന്നിട്ട് പറയാണ് ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി. ഇനിയാണ് ഹോമം തുടങ്ങുന്നത്. ഹോമം കൊണ്ട് ഒരുക്കി സമിത്തുകളൊക്കെ വെച്ചു. അഗ്നിയെ തെളിയിച്ചിട്ട് പറഞ്ഞു, ഓം അഗ്നിയെ, നിന്റെ ഒരു തേജസ് ഉണ്ടോ, അത് ബ്രഹ്മത്തിൻ്റെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു. ഞാൻ എത്തിപ്പെടേണ്ടത് നിന്നിലാണ്. ബ്രഹ്മം കണ്ണുകൊണ്ട് കാണപ്പെടാത്ത ഒന്നായതുകൊണ്ട് അഗ്നിയെ ഗുരു പ്രതീകമാക്കി തന്നിട്ട് പറയാണ് ഇത് ബ്രഹ്മമാണെന്ന്. എന്നിട്ട് പറയാണ് ത്വയി, നിന്നിലേക്ക്, വിഷയ ഇതി, ഭൗതിക വിഷയങ്ങളാകുന്ന, ഞാനിപ്പോൾ ഈ കണ്ണിലൂടെ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതുമായ എല്ലാ വിഷയങ്ങളും ഭൗതിക വിഷയങ്ങൾ തന്നെയാണ്, അല്ലേ? വിഷയങ്ങൾ എടുക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. വിഷയ ഇതി സമിധോ ജുഹോമി. സമിത്ത് എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യങ്ങളാണ്. എന്തൊക്കെ സമിത്തുകളാണ് നമ്മൾ പറഞ്ഞത്? ഓർമ്മയുണ്ടല്ലോ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് തന്നെ അതൊന്ന് കുറിച്ച് വെക്കുക കേട്ടോ. ഈ 100 വർഷം ആകുമ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ഹോമമന്ത്രം ചൊല്ലി ഹോമം നടത്തിയിരിക്കണം. അർത്ഥം ഇത്ര മനസ്സിലായാലും മതി, പിന്നെ ഭഗവാൻ തെളിയിച്ച് തന്നോളൂ പിന്നീടുള്ള പഠനത്തിൽ. ഇത് നമ്മൾ പ്രാവർത്തികമാക്കുമോ എന്നുള്ളവരൊന്ന് കൈപൊക്കിയേ. ഹോമമന്ത്രം ഞാൻ ചൊല്ലി പഠിച്ചിരിക്കും, ചൊല്ലി അത് ചെയ്യും ഗുരുവിനെ സമർപ്പിച്ചുകൊണ്ട്. ഈ അടുത്ത ചതയത്തിന് തന്നെ നമ്മൾ തുടങ്ങിക്കോളും കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ചൊല്ലാനുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞു എന്ന് കരുതിയാൽ മതി. അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് പറ്റും. ത്വയി, നിന്നിലേക്ക്, വിഷയ ഇതി, ഞാൻ
എടുക്കുന്ന എല്ലാ അറിവുകളും നീ തന്നെയാണെന്ന് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സമിത് ഹോ ജുഹോമി. ഒരു സമിത്ത് എന്ന് പറഞ്ഞാൽ ഹോമവിറകെന്ന അർത്ഥമുള്ളൂ കേട്ടോ. നമ്മൾ തടി എടുത്തിട്ട് വിറക് കഷ്ണം എടുത്തിട്ട് ഹോമകുണ്ടത്തിൽ ഇടുന്ന എന്തിനാ? നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ് വിറക്. പ്ലാവിൻ്റെ വിറക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ വിറക് നമ്മുടെ ശരീരത്തെ അഗ്നിയിൽ അർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ്. കാരണം കത്തിച്ച് കളയാനുള്ള വിറകുകളാണ് ഞാനും നിങ്ങളൊക്കെ ആയിട്ടുള്ള ഇരിക്കണം. കുറച്ച് അതിൻ്റെ കാലം പല സമയങ്ങളിലായിട്ട് കത്തിക്കുള്ളൂന്നുള്ളൂ അല്ലേ. കത്തിച്ച് കളയാനുള്ള വിറക് ഞാൻ പേടിപ്പിക്കുകയല്ല, അതല്ലേ സത്യം, അതാണ് സത്യം. അപ്പോൾ ഈ ശരീരത്തെ ഞാൻ അഗ്നിയിലേക്ക് അർപ്പിക്കുമെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഹോമകുണ്ടത്തിൽ തന്നെ ആകട്ടെ. ആലോചിച്ചു അല്ലേ? എവിടെയെങ്കിലും കൊണ്ടേ കത്തിച്ച് കളയാനല്ല. എൻ്റെ സങ്കല്പം ഇതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ സശരീരനായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ ഭഗവാനെ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഈ സങ്കല്പം ഒരു മനുഷ്യനെ എത്ര ശ്രേഷ്ഠതയിൽ എത്തിക്കുമെന്നറിയോ? ഞാൻ ഒരു കഷ്ണം തടിയെടുത്ത് അങ്ങേട്ടേക്ക് ഇടുമ്പോൾ അങ്ങ് തന്നത് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഹോമകുണ്ടത്തിലേക്ക് തന്നെ എന്നെ സമർപ്പിക്കുന്നു ഭഗവാനെ. നാളെ അതിൽ ചാടി ആത്മഹത്യ ചെയ്യാനല്ല പറയുന്നത്, മനസ്സുകൊണ്ടാണ് സങ്കല്പം ചെയ്യുന്നത് അല്ലേ? മനസ്സുകൊണ്ടാണ് സങ്കല്പം ചെയ്യുന്നത്. ഈശാവാസ്യ ഉപനിഷത്ത് പറയും അല്ലേ? എന്താ പറയാ? വായുരനിലമധേദം ഭസ്മന്തം ശരീരം ഓം ക്രതോസ്മര ക്രതം സ്മര ക്രതോസ്മര ക്രതം സ്മര. എന്നാന്നറിയോ? നമ്മുടെ ശരീരം വിട്ട് ഈ പ്രാണൻ പോകുന്നൊരു സന്ദർഭമുണ്ട്. ഈ പ്രാണൻ 5 പ്രാണനുകൾ ഇങ്ങനെ പ്രാണാപാന ഉദാന വ്യാന സമാനന്മാർ ഊർധ്വഗതിയിലും അധോഗതിയിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഈ പ്രാണൻ പോകുമ്പോൾ നമ്മുടെ ശരീരം വിട്ട് പ്രപഞ്ച പ്രാണനിലേക്ക് ലയിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം എടുത്ത് കത്തിച്ച് കളയണം അല്ലേ? അപ്പോൾ ഗുരു ഗുരു അത് മലയാളത്തിൽ പച്ച മലയാളത്തിൽ ശുദ്ധമായി തന്നു. ഈശാവാസ്യ ഉപനിഷത്ത് തർജ്ജമ ചെയ്ത് തന്നു. പ്രാണൻ പോ മന്ദരാത്മാവിൻ പിൻപു നീറാകുമീയുടൽ ഓം എന്ന് നീ സ്മരിക്കാത്മൻ കൃതം സർവം സ്മരിക്കുക. ഇതൊക്കെ പഠിച്ചാലല്ലേ നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ഉപകരിക്കപ്പെടുള്ളൂ. കിടന്ന് കരയല്ല വേണ്ടേ, നാവിൻ്റെ തുമ്പിൽ നിന്ന് നാമജപങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് പറയാണ്, പ്രാണൻ വിടുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? ഓം എന്ന് നീ സ്മരിക്കാത്മൻ, ഓംകാരം ചൊല്ലുക. നമ്മുടെ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രോഗബാധിതരോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവശാവസ്ഥയിലിരിക്കുന്നവരോട് നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിക്കാനാണ് പറയണ്ടേ. ഗുരു എപ്പോഴും പറയും നല്ല പ്രാർത്ഥന വേണം. ഓം എന്ന് ഒറ്റ അധികം മന്ത്രം ഒന്നും നമുക്ക് നാവി തിരിഞ്ഞില്ലെങ്കിലും ഒരു ഓംകാരമെങ്കിലും ചൊല്ലിയാൽ മതി. ഓം എന്ന് നീ സ്മരിക്കാത്മൻ. ശരിക്കും എന്താ പറയുക, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴല്ലോ നമ്മുടെ കണ്ണീരടിഞ്ഞു പോകും. നമുക്ക് രക്ഷപ്പെടാനായി നീ ഓംകാരം ചൊല്ലൂ. കൃതം സർവം സ്മരിക്കുക. നീ എന്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു കൊള്ളട്ടെ, നീ നന്ദിയില്ലാത്തവനായി ജീവിച്ചു കൊള്ളട്ടെ, ഉപദ്രവകാരിയായി ജീവിച്ചു കൊള്ളട്ടെ, ജീവിതാന്ത്യത്തിൽ നീ ഓംകാരം ചൊല്ലുവാൻ നിന്റെ ബുദ്ധി തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ഏറ്റവും ഈശ്വര സാക്ഷാത്കാരത്തിന് തുല്യമാണ്. ആണ് ഗുരു പറഞ്ഞത്. ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമ്മളൊന്നും പഠിക്കില്ല. ഒരു അമ്മച്ചി വന്നിരുന്നിട്ട് ഇവിടെ എൻ്റെ ഒരു ആഗ്രഹമാണ് നാമജപം ചൊല്ലുക. പാവത്തിന് ചൊല്ലാൻ പോലും പറ്റുന്നില്ലെങ്കിലും നമ്മളത് ഹൃദയത്തിലേക്കാണ് ഞാൻ ആ പ്രാർത്ഥന അമ്മച്ചിയുടെ ഏറ്റുവാങ്ങിയത് അല്ലേ? ഗുരു പറയും, നാവിന്നു നിന്റെ തിരുനാമമെടുത്തുറച്ചു മേകുന്നതിനെഴുതിലൊന്നരുളിടണേ നീ. ജീവൻ വിടുമ്പോൾ അതിൽ നിന്നു തെളിഞ്ഞിടും പിൻ നാവിന്നു ഭൂഷണമിതെന്നി നമുക്കു വേണ്ട. ഞാൻ എത്ര മാംസഭക്ഷണം കഴിക്കുന്നുണ്ട് ഭഗവാനെ, ഞാൻ എത്ര പരദൂഷണങ്ങൾ പറഞ്ഞു എൻ്റെ ഈ നാവ് കൊണ്ട്. ഒരൊറ്റ മന്ത്രങ്ങൾ ഞാൻ എൻ്റെ നാവിൽ ഹൃദിസ്ഥമാക്കിയില്ല. അതുകൊണ്ട് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ, ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒരു എളുപ്പത്തിലുള്ള മന്ത്രം എനിക്കൊന്ന് എന്തിനാണെന്നറിയോ? പ്രാണൻ വിടുമ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞിടും
ആ നാമജപത്തിൽ നിന്ന് തെളിയുന്ന ചൈതന്യമാണ് നിന്റെ ജീവിത സാക്ഷാത്കാരത്തിനുള്ളത്. നീ നേടിക്കൂട്ടിയ സമ്പത്തോ നിന്റെ മക്കളോ നിന്റെ പദവികളോ നിന്റെ സ്ഥാനമാനങ്ങളോ ഒക്കെ നീ ഇവിടെ ഉപേക്ഷിക്കും. ഇത് നീ കൊണ്ടുപോകും. അതാണ് ഹോമമന്ത്രമൊക്കെ പഠിക്കുമ്പോൾ മനനാത് ത്രായതേതി മന്ത്രം, മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ഋഷി ശ്രീനാരായണ ഋഷിയാണ്, അഗ്നിയാണ് ദേവത. പഠിക്കണം, പഠിച്ചിരിക്കണം. 2025 എങ്ങനെ എനിക്കറിയില്ല എന്തൊരു നിയോഗമാണ് ഭഗവാന്റെ. ഞാൻ എന്നെ വിളിക്കുമ്പോഴേ ആദ്യം ഞാൻ പറയുന്ന ഹോമമന്ത്രം എന്നാണ് പറഞ്ഞത്. ടീച്ചറിന് ഇഷ്ടമുള്ള വിഷയം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും തന്നു. എന്നാൽ അവരത് മനസ്സിലാകാത്തവരാണെന്നൊന്ന് സാധാരണ വിളിക്കുമ്പോൾ പറയും, ലളിതമായത് പറയണേ എന്ന് പറയും. നമ്മൾക്ക് കേൾക്കേണ്ടത് കേൾക്കണ്ടേ? ഈ ശരീരം വിട്ട് നമ്മളുടെ ജീവിത ശ്രേഷ്ഠതയിലേക്ക് എത്തുമ്പോൾ അതിന് എത്തണമെങ്കിൽ നമ്മൾ കേൾക്കേണ്ടത് കേൾക്കണ്ടേ? അതുപതും കേട്ട് പോയാൽ മതിയോ? കേൾക്കേണ്ടത് കേൾക്കണ്ടേ? കേൾക്കണം. ഇത്തിരി ബുദ്ധിമുട്ടിയാലും ഗുരു നമുക്ക് ബാക്കി തെളിയിച്ചു തരും. ഒരു സംശയം അതിനില്ല. അപ്പോൾ പറയാണ്, തടി വിറകെടുത്ത് ഹോമിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാണ് എന്നുള്ളതാണ് ആ ഹോമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്തൊക്കെ നമ്മളൊന്ന് തർജ്ജമ ചെയ്തു പറഞ്ഞു. നമ്മുടെ ശരീരം ഏറ്റവും ശ്രേഷ്ഠമായ ഹോമകുണ്ഡത്തിൽ തന്നെ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്യുക. ബാക്കിയൊക്കെ ആരാ നമ്മുടെ ശരീരം എടുത്ത് എവിടെയാ കൊണ്ടുപോകണം, ആരാ നോക്കാനുള്ളത്, ആരൊക്കെയാ ഉള്ളത്, നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലേ? അതിനെക്കുറിച്ച് ചിന്ത ചെയ്യേണ്ട ആവശ്യമില്ല. മോക്ഷവും ഈശ്വര സാക്ഷാത്കാരവും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ടല്ല കേട്ടോ, മരിച്ചു കഴിഞ്ഞിട്ടല്ല. ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്താണോ മറഞ്ഞത് അതേ തിരിച്ചു വരും. എന്ത് ബുദ്ധിയിലാണോ നിങ്ങൾ ഇരിക്കുന്നത് ആ ബുദ്ധിയാണ് പിന്നെ ശരീരമായി വരിക. നമ്മുടെ മനസ്സ്, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മരിക്കുന്നില്ല, സൂക്ഷ്മ ശരീരം പോകുന്നില്ല. സ്ഥൂല ശരീരം എടുത്ത് കത്തിച്ചു കളയും, സൂക്ഷ്മ ശരീരം വീണ്ടും വരും, അല്ലേ? വീണ്ടും വരും. അതിനെയാണ് ഈ കേൾപ്പിക്കുന്നത്. ഒരു പറയിപ്പിക്കുന്നതും കേൾപ്പിക്കുന്നതും സൂക്ഷ്മ ശരീരത്തെയാണ്, അല്ലേ? ഇത് കേൾക്കാൻ ഭാഗ്യമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹോമമന്ത്രമൊക്കെ എടുത്ത് വിചാരം ചെയ്യാനും കേൾക്കാനും ഇത്രയും പേര് ഇതിനകത്ത് സന്നിഹിതരായിരിക്കുന്നത് തന്നെ അത്ഭുതം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിന്നിലേക്ക് ഞാൻ അർപ്പിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ കാഴ്ച ഒരു വിഷയമാണ്, നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കേൾവി ഒരു വിഷയമാണ്, അല്ലേ? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങൾ ഇതൊക്കെ വിഷയമാണ്. ഈ വിഷയങ്ങളാണ് ഞാൻ നിന്നിലേക്ക് ഹോമിക്കുന്നത്. നമ്മൾ എല്ലാ പ്രാർത്ഥനയുടെയും അവസാനം ഒരു സമർപ്പണം ചെയ്യാറുണ്ട്. എന്താ? കായേന ഒന്ന് ചൊല്ലിക്കുന്നത്, കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി. അർത്ഥമറിഞ്ഞിന് ചൊല്ലണം. എൻ്റെ ശരീരം കൊണ്ടോ, കായേന ശരീരം കൊണ്ടോ, വാച എൻ്റെ വാക്കുകൾ കൊണ്ടോ, മനസ്സുകൊണ്ടോ, ഇന്ദ്രിയങ്ങൾ കൊണ്ടോ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ, ഇനി എൻ്റെ പ്രകൃതി സ്വഭാവം. ഓരോരുത്തരും ഓരോ പ്രകൃതികളാണ്, അല്ലേ? പലരും പല മനുഷ്യപ്രകൃതിയിലുള്ളവരാണ്, പല പ്രകൃതിയിലുള്ളവരാണ്. എൻ്റെ ആത്മസ്വരൂപം കൊണ്ടോ, എൻ്റെ പ്രകൃതി കൊണ്ടോ, അല്ലേ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ ഭഗവാനെ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. സമർപ്പിക്കാറില്ലേ? സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും രാഗദോഷമൊന്നും ഒന്നും വരാതിരിക്കട്ടോ. ഞാനെല്ലാം അങ്ങേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മാത്രമല്ലേ ഉള്ളൂ, ഞാനുണ്ടോ? എൻ്റെ എല്ലാം അങ്ങ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പോരും, എന്നിട്ട് തരാനുള്ളൊക്കെ ഇങ്ങ് തന്നെന്ന് പറയും. പക്ഷെ എന്നെ കൊടുത്ത് തരുമൊന്നുമില്ല, അല്ലേ? ഭഗവാൻ എന്താ? കളഭം തരാം, ഭഗവാന് മനസ്സും തരാം. എന്താ വേണ്ടേ ഭഗവാന്? ഭഗവാന് വേണ്ടാത്തതൊക്കെ നമ്മൾ കൊടുക്കും. എന്താന്ന് വെച്ചാൽ ഈ എന്താ പറയുക, അണ്ടകടാഹത്തിൻ്റെ മുഴുവൻ അധിപനായ ജഗദീശ്വരൻ്റെ സമ്പത്തെടുത്ത് ജഗദീശ്വരനെ കൊണ്ടേ കൊടുത്തിട്ട് നമ്മൾ അതും ഇതും താന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര അജ്ഞരാണ് നമ്മൾ. പക്ഷെ കൊടുക്കേണ്ടത് എന്താ? ഈശ്വരൻ്റെ സമ്പത്തല്ലേ നമ്മൾ ഈശ്വരനെ കൊണ്ട് കൊടുക്കുന്നത് നമ്മുടെയാണെന്ന് പറഞ്ഞ്. സത്യമല്ലേ? ഞാനാണ് ഇതിൻ്റെ അധികാരി എന്ന് പറഞ്ഞല്ലേ കൊടുക്കണത്. പക്ഷെ തരാ ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടാനില്ലാക്കി തന്നേക്കണം എന്ന് പറയും, അല്ലേ? അപ്പോൾ പറയാണ്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്കമുത്തനായി
ആശിക്കരുതാരുടെയും ധനം. എന്തെങ്കിലും ഇവിടുന്ന് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ സുരക്ഷിതമായി അടുത്ത തലമുറയ്ക്ക് വെച്ച് ഇവിടുന്ന് ഒഴിയേണ്ടവരാ. മനസ്സിലാകുന്നുണ്ടോ? വീടിനകത്ത് കായ്ച്ചിരുന്ന് നിൽക്കുന്ന പേരയിൽ നിന്ന് ഒരു അണ്ണാനോ വവ്വാനോ എന്നൊരു പേരയ്ക്ക് കടിക്കുമ്പോൾ എന്തിനാ അത് വന്ന് കടിച്ച് എനിക്ക് തിന്നാനുള്ള അല്ലേന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോലെ അത് തിന്നാൻ വിധിക്കപ്പെട്ടവരാണ് അവരും, അല്ലേ? ആ ചിന്തയില്ലാതെ മനുഷ്യൻ മാത്രമാണ് ഇതിൻ്റെ അധികാരി എന്ന് പറഞ്ഞ് ജീവിക്കരുത്. നമ്മൾ കാണുന്ന ലോകമല്ല യഥാർത്ഥ ലോകം. മറ്റ് ജീവികൾ പോലെയുള്ള ഒരു ജീവി തന്നെയാണ് മനുഷ്യജീവിയും. മനുഷ്യമൃഗം എന്നാ പറയുക, അല്ലേ? ഇപ്പോൾ മനുഷ്യമൃഗമായിട്ട് മാറിയിരിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠരാണ് മറ്റ് ജീവികളെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇനി പറയുന്നത് 3:30 സമയം. ഇപ്പം 3:30 ഇപ്പം അരമണിക്കൂടെ തീർക്കണം. അപ്പം നോക്കൂ, ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നു. എന്താ പറഞ്ഞത്? ഞാൻ ഹോമകുണ്ഡത്തിലേക്ക് ഓരോ ദ്രവ്യങ്ങൾ എടുത്ത് അർപ്പിക്കുമ്പോഴും അത് ഞാൻ കണ്ടും കേട്ടും മണത്തും രുചിച്ചും ഒക്കെ അറിയുന്ന ഞാൻ നേടിയ സകലതുമാണ് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതെന്നാണ്. നമ്മൾ എന്താ ചെയ്യണത്? ഇത് കൊടുത്തിട്ട് എനിക്കിങ്ങോട്ട് കിട്ടണം എന്നല്ലേ നമ്മൾ സങ്കല്പിക്കണത്. പൂജ വെക്കണ എന്തിനാ? ആയുധങ്ങൾ കൊണ്ട് വെക്കണ എന്തിനാ? അവിടുന്ന് തന്നത് അവിടത്തേക്ക് സമർപ്പിച്ചിട്ട് നവീകരിച്ച് എനിക്ക് ഈ ലോക ജീവിത യാത്രയിൽ ഇതൊക്കെ വേണം. വിദ്യയും ഉപകരണങ്ങളും തൊഴിലുപകരണങ്ങളൊക്കെ വേണം എൻ്റെ ജീവിതത്തിൽ. കൊടുത്തിട്ട് ഓർമ്മിപ്പിക്കുക, അങ്ങയുടെ ആണ് കേട്ടോ, ഞാൻ വെച്ചു, ശരിക്കും ജീവിക്കാൻ വേണ്ടി തിരിച്ചെടുക്കുക. അതല്ലേ ബോധം വേണ്ടേ? അതല്ലേ സമർപ്പണം വേണ്ടത്? അതാണ് സമർപ്പണം. ഗീത 18 അധ്യായങ്ങളും ഉപദേശിച്ചതിന് ശേഷം ഭഗവാൻ അർജുനോട് പറയുക, നീ സർവസമർപ്പണം ചെയ്യൂ എന്നിൽ. സമർപ്പണം ചെയ്താലേ നമ്മൾ നമ്മൾക്ക് ഈ ലോക ജീവിതത്തിലുള്ള എല്ലാം കരഗതമാവും. ആദ്യം അറിയണം, ചോദിച്ചു പോയോ നീ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല എന്നർത്ഥം. കാരണം നിന്നേക്കാൾ അധികം നിന്റെ കാര്യങ്ങൾ ഈശ്വരനറിയാം. നിനക്ക് ഇപ്പോഴല്ല പ്രസന്റ്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് അറിയാം, അല്ലേ? ഇനി വരാനുള്ള കാര്യം നിനക്കറിയോ? അതുപോലെ കൃത്യമായി ലിഖിതമാക്കിയിട്ടുണ്ട് ഭഗവാൻ നിന്നിൽ. ആ ഭഗവാനോട് പോയിട്ട് എൻ്റെ കാര്യം ഒന്ന് സാധിക്കണേ എന്ന് പറയാൻ അല്പബുദ്ധികളായി മാറരുത്. കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയും അങ്ങു ശംഭൂ. അവിടെയൊക്കെ ഈ അർപ്പണമാണ് പറയുന്നത്, അല്ലേ? ഒക്കെ ഈ അർപ്പണമാണ്. അധ്യാത്മശാസ്ത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ അർപ്പണമാണ്. അപ്പോൾ നമ്മൾ ഹോമകുണ്ഡത്തിലേക്ക് എല്ലാം ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, എന്തായിരിക്കണം ഭാവം? ഇതെൻ്റെ അല്ല, ഇതെന്ന മമ, ഇതെൻ്റെ അല്ല, ത്വമേവാഹം, നീ തന്നെയാണ് ഞാൻ. ഇതെൻ്റെ അല്ല, നിൻ്റെയാണ്, നീ തന്നെയാണ് ഞാൻ. മഹാസമുദ്രത്തിൽ നിന്ന് വേർപെട്ട ഒരു വെള്ളത്തുള്ളിയാണ് ഞാൻ. ആ വെള്ളത്തുള്ളി എത്തേണ്ടത് എവിടെയാ? മഹാസമുദ്രത്തിൽ. ആ വെള്ളത്തുള്ളി വിചാരിക്കുക, ഞാനാണ് ഇതിൻ്റെ അധികാരി, ഞാനിതെല്ലാം നേടി ഇവിടെ രാജാവായിട്ട് വാഴും. ഏതെങ്കിലും എത്ര മഹാന്മാരെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് അവരവരുടെ ശരീരങ്ങളോടെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? എത്രയൊക്കെ ഔഷധങ്ങൾക്കോ എത്രയൊക്കെ എന്താ പറയുക സാധിച്ചിട്ടില്ല. ആർക്കും സാധിക്കില്ല. അത് സമയമാകുമ്പോൾ ചലിച്ച് പരിണമിച്ചങ്ങ് പോവും. എത്രയോ നമ്മുടെ ബാല്യ ശൈശവ യൗവന കൗമാരങ്ങളെല്ലാം കൊണ്ടുപോയി അനുനിമിഷം ചലിച്ച് ശരീരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യുക. അത് പറയാൻ വേണ്ടിയിട്ടാണ് മരുത്വാ മലയിലെ ആത്മദർശനത്തിൽ നിന്നും ആ എന്താ പറയുക അരുവിപ്പുറത്ത് ആ വിശ്വദർശനത്തിലേക്ക് ഗുരു ഇറങ്ങിയത്. അവിടെ വന്നപ്പോൾ ഗുരു അവിടെ ജാതിഭേദം കണ്ടില്ല, മതദ്വേഷം കണ്ടില്ല. സർവരും സമന്മാരും സോദരന്മാരുമായി വാഴുന്ന ഏകതയെ അദ്വൈതപരതയെ മാത്രമേ ഗുരു കണ്ടുള്ളൂ. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം. എല്ലാത്തിലും ഗുരു കണ്ടത് ആത്മചൈതന്യത്തെ മാത്രം. അതുകൊണ്ട് തന്നെയാണ് ജാതീയമായി മനുഷ്യരെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ, പീഡനങ്ങൾ ഏൽപ്പിക്കുന്നത് കാണുമ്പോൾ, ആത്മീയമായി അറിവില്ലാത്തത് കാണുമ്പോൾ, അധമ ആരാധനയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഉള്ളം വേദനിച്ചു. കാരണം അവിടുന്ന് മാത്രം, അവിടുത്തെ മുക്തി ഈ പതിത ജനകോടികളുടെയും കൂടി മുക്തിയാണെന്ന് ഗുരു കണ്ടിരുന്നു. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഒരു വിഭാഗം ജനങ്ങൾ
അല്ലേ? ഒന്ന് കുളിക്കാൻ പോലും അറിയാതെ കഷ്ടപ്പെടുന്ന, അറിവിൻ്റെ ആത്മാവൻ ഉണ്ടെന്ന് പോലും അറിയാതെ ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് പരമമായ ഈ അറിവ് പകർന്നു കൊടുക്കണമെന്ന് കരുതിയല്ലേ ഭഗവാൻ ഇത്രയധികം സ്തോത്രരചന നമുക്ക് തന്നു, എത്രയോ ക്ഷേത്രങ്ങൾ നമുക്ക് തന്നു. എന്നിട്ടും നമ്മൾ ആത്മീയമായി എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടോ ഭഗവാനെ? എത്തിയിട്ടില്ല. അപ്പോൾ അതിന് ഗുരുവിൻ്റെ കൃതികളെടുത്ത് ദർശനമാണ് കേൾക്കേണ്ടത്. അത് വിചാരം ചെയ്യുക, അത് നമ്മളെ ഉയർത്തും, ഒരു സംശയവുമില്ല. അപ്പം നോക്കൂ, ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി, നിന്നിലേക്ക് ഞാൻ അനുഭവിക്കുന്ന സകലമാന സുഖഭോഗപരതയും സകല വിഷയങ്ങളും ഞാൻ നിന്നിലേക്ക് അർപ്പിക്കുന്നു. ഇതെൻ്റേതല്ല, നിൻ്റേതാണെന്ന് കരുതി ഞാൻ അർപ്പിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് എണ്ണ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇനി പിറന്നാളല്ലേ, എൻ്റെ മോനെ നല്ലതാക്കി തന്നേക്കണേ എന്നുള്ള സമർപ്പണമല്ല വേണ്ടത്. ഭഗവാനെ, അവനെ തന്ന അങ്ങേക്ക് അവനെ തന്നെ ഞാൻ തരികയാണ്, അല്ലേ? അവനെ തന്നെ ഞാൻ തരികയാണ് ഭഗവാനെ. നീ തെളിച്ചു തന്നാലും ഞങ്ങളെ നടത്തിയാലും, അല്ലാതെ നമ്മൾ ആരെയും നിർദ്ദേശിപ്പിക്കണ്ട. ഭഗവാൻ അറിയാം അവനെ വളർത്താൻ, നിന്നേക്കാൾ നന്നായിട്ട് അറിയാം, അല്ലേ? അറിയാം നമ്മളെന്ന് വരിക്കുമെന്നും നമ്മൾ എങ്ങനെയൊക്കെ ജീവിക്കുമെന്നോ നമ്മൾ ഹോമമന്ത്രം പഠിക്കുമെന്നോ പറയുമെന്നോ എല്ലാം ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് പഞ്ചഭൂതങ്ങളെ. തീർച്ചയായും ഞാൻ ഒന്നുകൂടി പറയുന്നു, ഹോമമന്ത്രം പോലെയുള്ള കൃതികൾ ചെവിയിൽ കേൾക്കാൻ ആർക്കൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ അവരൊക്കെ ശരിക്കും ഈശ്വരൻ്റെ കരുണാകടാക്ഷമുള്ളവരാണ്. കാരണം ഇന്ന് മനുഷ്യനെ ഏറ്റവും അധികം പൂജാദികളുടെ പേരിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ യജ്ഞവും യാഗവും ഹോമവും പൂജയൊക്കെ എന്തിനാണെന്ന് ഗുരു പറഞ്ഞു തരിക. ഇനിയും പഠിക്കുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, കയ്യിലിരിക്കുന്ന കൽപ്പവൃക്ഷക്കനിയെ കാണാതെ കളഞ്ഞ്, ഭക്ഷിക്കാതെ കളഞ്ഞ്, കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് മരിക്കാം. എന്താണ് വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അവസാനം പറയുകയാണ് ഗുരു, സമർപ്പണം ഹോമമന്ത്രത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ ഗുരു പറയുകയാണ്. അപ്പോൾ സമിത്തെന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യങ്ങളാണ് കേട്ടോ. ത്വയി, നിന്നിലേക്ക് ഞാൻ എടുക്കുന്ന സകല ഭൗതിക വിഷയങ്ങളും സമിത്താക്കിക്കൊണ്ട് ഹോമദ്രവ്യമാക്കിക്കൊണ്ട് ഞാനിതാ നിന്നിലേക്ക് അർപ്പിക്കുന്നു. അപ്പോൾ എള്ളെടുത്തിടുമ്പോഴും ഞാൻ കാണുന്നതും കേൾക്കുന്നതുമായ സകലതും നീ തന്നെയാണ് ഭഗവാനെ. നീ തന്നെയാണ്, എന്നെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യുന്നു ഞാൻ. അതിനിനി എനിക്ക് കഴിവില്ലെങ്കിൽ ഞാനിതാ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭൗതിക ജീവിതത്തിൽ, ഞാൻ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപയോഗ വസ്തുക്കൾ അതും നീ തന്നെ തന്നതാണ് എന്ന് കരുതി നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതായിരിക്കണം ഇനി എന്ത് പൂജ ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. ഇത് മനസ്സിലാകുമോ പറഞ്ഞാൽ അടുത്ത പറയാണ്, അഹമിത്യാജ്യം ജുഹോമി, അഹം ഇതി ആജ്യം ജുഹോമി. നെയ്യ് ഹോമിക്കാൻ പോവുക. ആജ്യം നെയ്യ് എല്ലാം ഹോമിച്ചു കഴിഞ്ഞു. അതായത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ഏതാന്ന് പറയും? ഭൗതിക സുഖഭോഗങ്ങളോടുള്ള ആസക്തിയാണ്, കാമനകളാണ്. ഒരു വസ്തു ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആസക്തി എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ജനിച്ച കുഞ്ഞിനെ പോലും മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്ന മാതാപിതാക്കളെ നമുക്ക് കാണാം, അല്ലേ? എത്രയോ അഥവാ മൃഗങ്ങളെക്കാൾ ക്രൂരമായി പെരുമാറുന്ന മനുഷ്യരെ നമുക്ക് കാണാം. അപ്പോൾ ഈ കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദികളാകുന്ന 6 ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാകരുത് ചിത്തംബുജം, ഹരിനാമകീർത്തനമൊക്കെ പറയണം, അല്ലേ? ഈ 6 ശത്രുക്കളെ നമ്മളിപ്പോൾ ഹോമിച്ചത് കേട്ടോ. ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സംഘാടകർ ഇത് പ്രവർത്തിക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങളായി ഓരോ ശാഖകളിൽ നിന്നും ആളുകളെയൊക്കെ ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ഈ ചടങ്ങ് സംഘടിപ്പിക്കണം, പ്രഭാഷകരെ കൊണ്ടുവരണം, ഇതിന് പല ദിവസം പല കാര്യങ്ങൾ, ഇതിന് പിന്നോടി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാനാണിത് ചെയ്യണത്, എനിക്കിതിൻ്റെ അംഗീകാരം കിട്ടിയില്ല എന്ന് നമ്മൾ അർപ്പിച്ചു പോയാൽ നമുക്ക് സങ്കടം വരും, അല്ലേ? ഭഗവാനെ, ഇത് ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എനിക്ക് ആരുടെയും ഒരു ചെറിയ സ്തുതി പോലും എനിക്ക് വേണ്ട എന്ന് കരുതി ഞാനിത് അർപ്പിച്ചാലോ ശാന്തതയോ, അല്ലേ അമ്മേ? ശരിയല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞാനാണിത് ചെയ്തത് എന്ന് അവർ പറയുന്നില്ലല്ലോ. പ്രശംസയൊക്കെ അവർക്ക് കിട്ടി, ചെയ്തത് കൊണ്ടുപോയി ഞാൻ നമ്മളെപ്പോഴും പറയാറില്ലേ? പക്ഷെ ഒരാൾ ഇതിനെല്ലാം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലേ? അവിടെ മതി എനിക്ക്
സമർപ്പിക്കുന്നത്. ഇതാ പരമ്പൊരുളായ പരമ്പൊരുളിലേക്കാണ് ഞാനെല്ലാം സമർപ്പിക്കുന്നത്. എൻ്റെ ജീവിതം, എൻ്റെ ശ്രേയസ്സും പ്രേയസ്സും അവിടെ നിന്നാണ് തരേണ്ടത്, മറ്റാരുമല്ല. എനിക്ക് സ്തുതി തരേണ്ടതും അവിടെ നിന്നാണ്, മറ്റാരുമല്ല. ഈ ഒരു സങ്കല്പം എന്ത് ചെയ്യുമ്പോഴും വേണം. വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് പറയാറില്ലേ, ഞാനിവിടെ ഈ അടുക്കളയിൽ കിടന്ന് എത്രയോ കഷ്ടപ്പെടുന്നു അല്ലേ? പക്ഷേ ആഹാരം ഉണ്ടാക്കുമ്പോൾ അതിനൊരു സംതൃപ്തിയോടുകൂടി നമ്മൾ, ഞാൻ ഉണ്ടാക്കുന്ന അന്നം എൻ്റെ കുടുംബത്തിന് ആരോഗ്യമായി ഭവിക്കട്ടെ, എന്നിൽ ഇത് നിക്ഷിപ്തമായിരിക്കുന്നു, ഏറെ സന്തോഷത്തോടെ ഞാനത് ചെയ്യുമ്പോൾ നമുക്ക് പരാധീനതകളില്ല, പരിഭവങ്ങളില്ല അല്ലേ? സത്യമല്ലേ? നമ്മൾ പരാതി പറയില്ല. ഓഫീസിൽ നമ്മൾ ഇത്തിരി കൂടുതൽ ജോലി ചെയ്തു പോയാൽ ഞാനേ ഇതെല്ലാം ചെയ്യാനുള്ളൂ എന്ന് പറയില്ല, നിനക്കേ ഇത് ചെയ്യാൻ പറ്റൂ അല്ലേ? ചില ആളുകൾ അങ്ങനെയുണ്ടല്ലേ, ദൈവം നിയുക്തരാണ്, ആരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ഉറക്കില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. അത് ദൈവം കൊടുക്കുന്ന ബുദ്ധിയായതും നീയേ, ആ ബുദ്ധി കൊടുക്കുന്നത് ഈശ്വരനാണ്. മനസ്സിലാകുന്നുണ്ടോ പറയണത്? അതാണ് കറക്റ്റ്. അപ്പോൾ പറയും, ഇനി അവസാനം ഗുരു പറയാ, അഹം ഇതി ആജ്യം ജുഹോമി, നെയ്യ്, ആജ്യം നെയ്യെടുത്ത് ജുഹോമി, ഹോമിക്കുമ്പോൾ എന്തും പറഞ്ഞാൽ ഹോമിക്കണേ, അഹം ഇതി, ഞാൻ എന്ന ഭാവേന നെയ്യ് ഹോമിക്കുന്നു. എല്ലാം കൊടുത്തു, എൻ്റെ കാമ ക്രോധ ലോഭ മോഹ മത മത്സരാദികളെല്ലാം ഞാൻ സമിത്തുക്കൾ ഹോമിക്കുന്നതിലൂടെ അങ്ങേക്ക് തന്നപ്പോൾ എൻ്റെ മനസ്സ് തെളിഞ്ഞു. ഇനി എനിക്ക് ദുഃഖമില്ല. ഇനി ഹോമിക്കുന്ന ഞാൻ എന്ന ജീവനുണ്ട് അല്ലേ, ആ എന്നെയും കൊടുക്കുക. അഹം ഇതി, ഞാനാണ് ഹോമിക്കുന്നത് എന്ന ഭാവവും കൂടി ഞാനിതാ ഹോമിക്കുന്നു. ആനന്ദ ചിന്മയവരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിക, തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ചു 15-16 നൂറ്റാണ്ടുകളായിട്ടല്ലേ. അത് കഴിഞ്ഞാണ് ഗുരു എന്ന ഋഷി വരുന്നത്. അപ്പോൾ അതും പഠിപ്പിച്ചു, ഞാനെന്ന ഭാവം എനിക്ക് തോന്നില്ലേ, ഇനി തോന്നിയാൽ തന്നെ അഖിലം ഞാനിതെന്ന വഴി, എല്ലാതുമായിരിക്കുന്നത് ഞാനാണ്, എല്ലാ വിഷയങ്ങളിലും ഇരിക്കുന്നു. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണും അവനെന്തുള്ളു നിന്ദ്യമായി, തന്നിൽ നിന്നന്യമല്ലാതെ. അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന പൊരുളിനെ അറിയുമ്പോൾ, ആ പൊരുൾ തന്നെയാണ് ഞാനെന്നറിയുമ്പോൾ, ഞാൻ എന്ന ഭാവത്തിൽ എനിക്ക് എന്നെ എങ്ങനെ ഹോമിക്കാൻ പറ്റും? സമിത്തെടുത്ത് നെയ്യെടുത്തിട്ട് ഇത് ഞാനാണ് ഹോമിക്കുന്നത്, എന്നെയും തരികയാണ്, എന്നെയും ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുന്നു. നെയ്യ് നമുക്കറിയാം, എത്രയോ മഥന പ്രക്രിയയ്ക്ക് ശേഷമാണ് നെയ്യ്, ശുദ്ധമായ നെയ്യ് കിട്ടുക അല്ലേ? നമ്മുടെ മനസ്സിനെയും അതുപോലെ രാഗദ്വേഷങ്ങൾ അടക്കി, കാമക്രോധങ്ങൾ അടക്കി, എല്ലാതും ഭഗവാൻ. നോക്കൂ, ഇപ്പോൾ രാമനും ആത്മസ്വരൂപം തന്നെയാണ്, കൃഷ്ണനും ആത്മസ്വരൂപം തന്നെയാണെങ്കിൽ ശരീരം മാത്രമല്ലേ വ്യത്യാസമുള്ളൂ, അത് നശിക്കുന്നതല്ലേ, രണ്ടുപേരുടെ സ്വരൂപം ഒന്നല്ലേ. അപ്പോൾ അവിടെ രാഗവും ദ്വേഷവും വെറുപ്പും വിദ്വേഷവും വരേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എന്നിട്ട് നെയ്യെടുത്ത് ഹോമിക്കുക, ഇത് ഞാനാണ്, ഹോമിക്കുന്ന എന്നെയും കൂടി ഞാനതാങ്ങ് ഹോമിക്കുന്നു എന്ന് പറയുക. അതായത് ഇവിടെ ഭാഗവതത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ എന്താ പറയുക, ഓടക്കുഴൽ ഭഗവാന്റെ ചുണ്ടോട് ചേർന്ന് എപ്പോഴും ഇരിക്കുന്ന ഒരു വസ്തുവാണ് ഓടക്കുഴൽ. നല്ല മനോഹരമായ നാദം പൊഴിച്ചുകൊണ്ട് ഓടക്കുഴൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഗോപികമാരിങ്ങനെ വന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഓടക്കുഴലിനോട് ചോദിക്കുകയാണ്, അല്ലയോ മുരളി, നീ എത്ര ഭാഗ്യവാനാ, നീ എപ്പോഴും ആ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടോട് ചേർന്നിരിക്കാൻ നിനക്ക് പറ്റണില്ലേ? ഒരു നിമിഷം പോലും നിന്നെ ഭഗവാൻ താഴ്ത്തി വയ്ക്കുന്നില്ല, ഞങ്ങളെയൊക്കെയാണ് അപ്പം ഇട്ടിട്ട് പോകുന്നു അല്ലേ? നീ എത്ര ഭാഗ്യവാനാണ് എന്ന് ചോദിച്ചപ്പോൾ ഓടക്കുഴൽ പറയുകയാണ്, അതാ എന്നെ നോക്കൂ, എങ്ങനെ ഇരിക്കുന്നത്? ഉള്ളിൽ വെള്ളമുണ്ടോ? പൊള്ളയാ. ഉള്ളിലുള്ള എല്ലാം പോകുമ്പോഴേ ഭഗവാൻ നമ്മളോട് പ്രസാദിക്കും അല്ലേ? ഉള്ളിലുള്ളത് പോകുമ്പോഴേ മധുരമായ നല്ല സംഗീതം വരികയുള്ളൂ. അതാണ് നമ്മൾ ഈ സമർപ്പണത്തിൻ്റെ അർത്ഥമാണ്. സമർപ്പണമാണ് ഭക്തി.
ഈ തത്വമാണ് നമ്മൾ ഈ ദർശനോത്സവ വേദിയിൽ നിന്ന് ഈ ദർശനോത്സവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരേ ഒരു തത്വം. പൂജാദികളുടെ പേരിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. ആത്മസമർപ്പണമാണ് ഭക്തി. ആത്മീയതയെ തെളിയിക്കലാണ് ഈശ്വരീയത. ഈ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. ഗുരുവിൻ്റെ ദർശനമാലയിലെ ഭക്തി ദർശനമൊക്കെ പഠിക്കണം. ഭക്തനാരാണ്, ഈശ്വരനാരാണെന്നൊക്കെ ഗുരു വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇവിടെ എന്താ, മഹാബലി ചക്രവർത്തി നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ അല്ലേ, ആരാ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതാരാ? വാമനനാ അല്ലേ? ചവിട്ടി താഴ്ത്തിയതാണോ? നമ്മളൊക്കെ അങ്ങനെയല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? മഹാബലിയെ അനുഗ്രഹിച്ചതല്ലേ ഭഗവാൻ. അതായത് ആരടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? എന്നോട് യാചിക്കുന്നവൻ മഹാബലിയുടെ അഹന്താങ്ങ് ഉയർന്നു. ഈ അഹം വന്നു, ഞാൻ വന്നാലെല്ലാം നാശമാണ്. അപ്പോൾ അഹം വന്നിട്ട് പറഞ്ഞു, എന്നോട് ആര്, നിങ്ങൾ ഒരു ബ്രാഹ്മണനാണ്, അങ്ങ് ശ്രേഷ്ഠമായതിന് ചോദിക്കുമോ? എന്തിനാണ് ഈ ഇത്ര നിസ്സാര വസ്തു, ഇത്ര സമ്പന്നനായ ചക്രവർത്തിയായ എന്നോട് ഇത്രയും നിസ്സാരമായ കാര്യം ചോദിക്കുന്നത്? അങ്ങേക്ക് അപര്യാപ്തം, എണ്ണമറ്റ അളവറ്റ സ്വർണം വേണോ, ഭൂമി വേണോ, എന്തൊക്കെ വേണം ചോദിച്ചോളൂ. എനിക്ക് ആ 3 അടി മണ്ണ് മതി, വേറെ ഒന്നും വേണ്ട. അവസാനം എന്തായിരുന്നു? മഹാബലിയുടെ അഹന്തയെ അല്ലേ, ഭൂമിയും സ്വർഗവും ഒക്കെ അളന്നെടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം ഭഗവാന്റെ അല്ലേ, ഭഗവാന് കൊടുക്കാമെന്ന് പറയുമ്പോൾ, ഇത് ഞാൻ തരാം എന്ന് പറയുമ്പോൾ അഹന്ത ഉദിച്ചു നിന്നപ്പോൾ നല്ല ധർമ്മിഷ്ഠനായ ആരോഗ്യവാനായ സത്യം അറിഞ്ഞിട്ടുള്ള മഹാബലിയെ രക്ഷിക്കണമെന്ന് ഭഗവാനുണ്ട്. അപ്പോൾ ഭഗവാൻ ആ ഉള്ളിലെ അഹന്തയെ അങ്ങ് എടുത്തിട്ട് ആ ഉള്ളിൽ എടുത്ത് തന്നോട് ചേർത്തതാണ് കണ്ടത്. അല്ല ചവിട്ടി താഴ്ത്തിയതല്ല കേട്ടോ. അത് നമ്മൾ പഠിക്കുന്ന മഹാബലിയെ ഭഗവാൻ ആരെങ്കിലും ചവിട്ടി താഴ്ത്താൻ പറ്റുമോ? ഭഗവാൻ ഉയരേണ്ട ആവശ്യമുണ്ടോ? എല്ലാതുമായിരിക്കുന്നത് ഭഗവാനല്ലേ. അപ്പോൾ മഹാബലിയുടെ അഹന്തയെ ചവിട്ടി താഴ്ത്തി. അപ്പോൾ അഹന്ത ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തുണ്ടാവില്ല? വിജയമുണ്ടാവില്ല. അത് ഈശ്വരനിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളിൽ വാസനയുടെ പ്രേരിതമായ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും നമുക്കതൊന്നും കളയാൻ പറ്റില്ല അല്ലേ. പക്ഷെ എന്നിലിങ്ങനെ ഒരു തെറ്റായതാണ് എന്നിലേക്ക് തോന്നി, ഒരാളോട് അസൂയ തോന്നുമ്പോൾ, കുറുമ്പ് തോന്നുമ്പോൾ, പക തോന്നുമ്പോൾ, വിദ്വേഷം തോന്നുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വധിച്ചു വരും. കാരണം നമ്മൾ ആ വാസനയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു ജീവനാണ്. അപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഇത് ശരിയല്ലല്ലോ. പലപ്പോഴും ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളിലും ഇങ്ങനെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതൊന്ന് മാറ്റിത്തരണേ, ഇതൊന്ന് മാറ്റിത്തരണേ, ഇതൊന്ന് മാറ്റിത്തരണേ അല്ലേ. നമുക്ക് ഭഗവാൻ ആരും, നമ്മളൊക്കെ എന്താ പറയുക, ഋഷിയുടെ അനുഭവത്തിലേക്ക് എത്താത്തവരാണ്, പഠിക്കുന്നവരാണ്, ബുദ്ധിയുടെ ലെവലിൽ പഠിക്കുന്നവരാണ്, അനുഭവം വന്നവരല്ല. അപ്പോൾ അക്കാഡമിക് ലെവലിൽ നിന്നുകൊണ്ട് പഠിക്കുന്നവരും കൂടി ആകുമ്പോൾ ഈ സത്യം ഉള്ളിലേക്ക് അനുഭവിക്കുന്ന ആനന്ദം എത്രയാണ്. ഈ ജന്മം ഇങ്ങനെ പോയാലും ഭഗവാനെ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഗുരുവിനെ കേൾക്കാനും കൂടുതൽ മനനം ചെയ്യാനും പഠിക്കാനും ഒക്കെ എനിക്ക് സാധ്യമാകണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ശ്രദ്ധിക്കണം, ഹോമോന്ത്രത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നെയ്യ് ഹോമിച്ചപ്പോൾ എന്താ പറയേണ്ടത്? അഹം ഇതി പറഞ്ഞേ, അഹമിത്യാജ്യം, അഹം ഇതി ആജ്യം, ഞാൻ എന്ന ഭാവേന നെയ്യ് ഹോമിക്കുന്നു. അഹങ്കാരത്തെ വെടിയാനല്ലേ പറഞ്ഞേ. ഇനി എന്തെങ്കിലും സമാജത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പരാതി പറയോ? ഞാനല്ല ചെയ്തത്, നീയാ ചെയ്തത്. ഞാനില്ല, നീയേ ഉള്ളൂ. ദൈവമേ നിനയ്ക്ക് നീയും ഞാനും ഒന്നു തന്നെ അല്ലേ, സദാശിവദർശനത്തിൽ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇനി പരാതി പറയോ? അടുക്കളയിൽ പണിയെടുത്ത് വിഷമിക്കുമ്പോൾ പറയോ എൻ്റെ നടുപൊടിഞ്ഞു എന്ന് പറയോ? നമ്മളിൽ നിഷിദ്ധമായിരിക്കുന്ന നമ്മൾക്ക് വന്നിരിക്കുന്ന പ്രാരബ്ധമാണത്. അത് നമുക്ക് പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്യാം, സമർപ്പിതമായി ചെയ്യാം. ഇനി ഒരു ക്രിയാകലാപങ്ങളും വേണ്ട, ഒരു എന്താ പറയുക, ശാപവാക്കുകളും ഉച്ചരിക്കേണ്ട. അതങ്ങനെ സമർപ്പണമായി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അഹമിതി ആജ്യം ജുഹോമി. ഇനി അവസാനം നെയ്യ് ഹോമിച്ചിട്ട് പറയുകയാണ്, ഞാനാണിത്, ഞാനാണ് ഹോമിക്കുന്നതെന്ന ഭാവവും കൂടി ഹോമിച്ചു. അപ്പോൾ നമ്മൾ തന്നെ ആള് മാറി. ഇപ്പോൾ ഗുരു എന്നിട്ട് ചോദിക്കുക,
ത്വം നഃ പ്രസീദ പ്രസീദ. ത്വം നീ, നഃ ഞങ്ങളിൽ പ്രസാദിക്കൂ പ്രസാദിക്കൂ. എപ്പോഴാ പ്രസാദിക്കാൻ പറഞ്ഞേ? എല്ലാം കൊടുത്തിട്ടല്ലേ? മനസ്സ് ശുദ്ധമാക്കി ചെയ്യുന്ന ഞാനെന്ന അഹന്തയും കൂടി കളഞ്ഞിട്ട് ചോദിച്ചു, ത്വം നഃ പ്രസീദ, നീ എന്നോട്, നീ ഞങ്ങളിൽ പ്രസാദിക്കൂ പ്രസാദിക്കൂ അല്ലേ? അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ താംസ്തേ നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഗീതയാണ്. അതായത് ഭഗവാനും ഞാനും ഒന്ന് തന്നെയാണ്, ഭഗവാന്റെ അംശം തന്നെയാണ് ഞാനെന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഭഗവാനെ ആരാധന ചെയ്യുന്നുവോ അവൻ്റെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ നോക്കും. പിന്നെ നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ഗുരുവിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരിക്കുമ്പോൾ ആത്മകാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശാന്താക്കി കിട്ടുന്നില്ലേ പലപ്പോഴും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. പറ്റുമോ? എനിക്കിവിടെ ഇവിടെ വന്നിരിക്കണമെങ്കിൽ എത്രയോ സാഹചര്യങ്ങളെ അതിക്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ആണ്. അപ്പം ആ സാഹചര്യങ്ങളെ അതിക്രമിച്ചുകൊണ്ട് നമ്മളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ്റെ കരുണ ഒന്ന് മാത്രമാണ്. അപ്പോൾ കൊടുത്തിട്ടാണ് ചോദിക്കേണ്ടത്. അല്ലാതെ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധമുണ്ട്. അതായത് ദേവിയെ പ്രാർത്ഥിക്കുക. എന്താണെന്ന് വെച്ചാൽ അസുരന്മാർ ദേവന്മാരെ തോൽപ്പിച്ചുള്ളത്. കഥയൊക്കെ വെറും പ്രതീകങ്ങൾ മാത്രമാണ് കേട്ടോ. കഥയിലേക്ക് പോകരുത്. കഥയുടെ പിന്നിലുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ദേവന്മാർ പരാജിതരായി. അപ്പോൾ അസുരന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി യോജനകൾ വിസ്തീർണമുള്ള ഹോമകുണ്ഡം ഒരുക്കിയിട്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം പറിച്ചിട്ട് ഹോമകുണ്ഡത്തിലേക്ക് ഹോമിക്കാൻ തുടങ്ങി ദേവന്മാർ. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് ദേവി ആവിർഭൂതയായില്ല. അവസാനം അവർ തന്നെ ആ ഹോമകുണ്ഡത്തിലേക്ക് എടുത്ത് ചാടാൻ ഒരുങ്ങി ദേവന്മാർ. ആ സമയത്താണ് ദേവി ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത അല്ലേ? ആ ദേവി അവിടെ ആവിർഭൂതയായത് എപ്പോഴാണ്? കൊടുത്തിട്ടാ. അപ്പോൾ എപ്പോഴാണ് ഭഗവാൻ നമ്മളീ പ്രസാദിക്കുന്നത്? നമ്മൾ കൊടുത്തിട്ട് ചോദിക്കുക അല്ലേ? എന്താ ചോദിക്കണ്ടേ? എന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കണം. അന്നവും വസ്ത്രവും ഒക്കെ തന്നിപ്പോൾ ആഹാരമൊക്കെ തന്നില്ലേ നമുക്ക് അല്ലേ? എന്നിട്ട് നമ്മളെ കേൾപ്പിക്കുന്നത് എന്തിനുള്ള കേൾപ്പിക്കുന്നത്? ധന്യതയിലേക്ക് എത്താനുള്ള കാര്യങ്ങളെ കേൾപ്പിക്കുന്നത്, ഈശ്വരനിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെ കേൾപ്പിക്കുന്നത്, ഈശ്വരകാര്യം കേൾപ്പിക്കുന്നത്. ശരീരത്തിന് ഇപ്പോൾ രാവിലെ ഉച്ചക്ക് ഭക്ഷണം തന്നില്ലേ കേൾക്കാൻ പറ്റുമോ? വല്ലതും തല കറങ്ങും നമുക്കല്ലേ? അപ്പോൾ ശരീരത്തിന് ആരോഗ്യം വേണം, പ്രേയസും ശ്രേയസും ഒക്കെ വേണം അല്ലേ? ശ്രേയസ് വേണമെങ്കിൽ പ്രേയസും കൂടി വേണം. അതാണ് ഈ പറയുന്നത്, ത്വം നഃ പ്രസീദ പ്രസീദ, നീ ഞങ്ങളിൽ പ്രസാദിക്കൂ പ്രസാദിക്കൂ. എന്നിട്ട് ചോദിക്കുകയാണ്, ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ഛ സ്വാഹ. മന്ത്രം അവസാനിക്കുക. എന്താ ചോദിക്കുക? ഇനി ചോദിക്കാം. നമ്മൾ എപ്പോഴാണ് ചോദിക്കാൻ യോഗ്യതയുള്ളവരായി മാറുന്നത്? ഒന്ന് പറഞ്ഞേ. പണിയെടുത്ത പൈസ കൊണ്ടുപോയി അഹങ്കാരത്തോടു കൂടി ഭഗവാന്റെ അടുത്ത് കൊടുത്തിട്ട് അടുത്ത വർഷത്തിനുള്ളിൽ ഇത് സാധിച്ചു തന്നെ ആജ്ഞാപിക്കുമ്പോഴാണോ നീ തന്നെയാണ് ഞാനെന്നും, നീയല്ലാതെ നിന്നിൽ നിന്നും ഭിന്നമായ ഒരു നിലനിൽപ്പ് എനിക്ക് ഇല്ലെന്നും, നിന്റെ ശക്തി ഉപയോഗിച്ച് ജോലി ചെയ്തതാണ് ഞാൻ സമർപ്പിക്കുന്നതെന്നും പറഞ്ഞ് സമർപ്പിക്കുന്നവരിലാണോ അഹന്തയുള്ളവരിലാണോ ഈശ്വരൻ പ്രസാദിക്കുക? ഇപ്പോൾ ഗുരു പറയുന്ന സമർപ്പണ ചെയ്ത ആകണം എന്നല്ലേ പറയണത്? അല്ലാതെ പൂജയ്ക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് പൂജ നടത്തിയ എല്ലാം സ്വസ്ഥമായി എന്ന് പറയണതാണോ? 10 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട്. ഇരുട്ട് കയറി വരുന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എവിടെ തീരാനാ? തീരേണ്ടത് ഉള്ളിൽ തന്നെയാണ് പരിഹാരം കാണേണ്ടത്. അതിനുള്ള ശാശ്വത പരിഹാരത്തിനുള്ള വഴിയാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന് കടം കൊണ്ട് മൂത്ത് വീട് വരെ ജപ്തിയായിട്ടിരിക്കുമ്പോൾ പറയാം ഒരു ഹോമം നടത്തിയാൽ എല്ലാം പറ്റുമെന്ന് പറഞ്ഞാൽ വീണ്ടും കൊണ്ട് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ച് ഹോമം ചെയ്യാൻ പോകുന്നവരാണോ? സത്യമല്ലേ? നമുക്ക് കാണാം, ഇങ്ങനെയുള്ളവരെയൊക്കെ കാണാം. എനിക്ക് സ്വന്തം അയൽപക്കത്ത് ഞാൻ അനുഭവിച്ചതാണ്. വീട് ജപ്തി വന്ന് നാളെ ഇന്ന് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് അവരെ പറയുകയാണ് ഒരു 10,000 രൂപയുടെ ഹോമം ചെയ്യുക, എല്ലാ പ്രശ്നവും തീരും. പിന്നെ 10,000 രൂപ പാവം അന്വേഷിക്കാൻ പോവാം. അങ്ങനെ അറിവില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും?
നമുക്ക് അറിവുണ്ടാകണ്ടേ, ആധ്യാത്മികതയിൽ അറിവുണ്ടാകണ്ടേ. ഭക്തൻ ആരാണെന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്, വളരെ കൃത്യമായി. ഭക്തി എന്തായെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ദർശനമാലയിലെ ഭക്തി ദർശനത്തിൽ ഗുരു പറഞ്ഞു, ഭക്തി ആത്മാനുസന്ധാനം, നിന്നിലെ ഈശ്വരീയതയെ ധ്യാനിക്കുന്നതാണ്, തെളിയിക്കുന്നതാണ് ഭക്തി. ഭക്തൻ ആരാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ആനന്ദോഹമഹം ബ്രഹ്മാത്മാഹമസ്മീതി രൂപതഃ ഭാവന സതതം യസ്യ സ ഭക്തഃ. ഭക്തൻ ആരാന്നറിയോ? ഞാൻ ആനന്ദമാണ്, ഞാൻ ഈശ്വരനാണെന്ന് സദാ ആര് ഭാവന ചെയ്യുന്നുവോ അവനാണ് ഭക്തൻ. നമ്മളെന്താ ഭാവന ചെയ്യുന്നത്? എന്നോളം ദുഃഖം ഈ ലോകത്ത് ആർക്കും തന്നിട്ടില്ല, എന്തിനാ ദൈവമേ എനിക്ക് ഇത്രയും തന്നെ? ദൈവത്തിനോടാണോ ചോദിക്കുന്നത്? നീ എന്തിന് സത്യം അറിയാതെ ജീവിച്ചു? ഈശ്വരനെ അറിയാതെ ജീവിച്ചതിൻ്റെ ഫലമായി, ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായി ഉണ്ടായ കർമ്മങ്ങൾ വാസനയായി പ്രാരബ്ധമായി ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും അവിടെ താങ്ങായും തണലായും അതിനെ അനുഭവിക്കാൻ ഈശ്വരൻ കൂടെ നിന്നിട്ടും ഈശ്വരനെ പഴി പറയുന്നത് എന്തിനാ? നമ്മൾ ഓരോരുത്തരും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ പ്രതിജ്ഞ എടുത്തവരാ, ഇനി ഒരു ജന്മത്തിലേക്ക് വരാതെ, ഒരു ഗർഭപാത്രത്തിലേക്ക് വരാതെ ഞാൻ സത്യമറിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന്. പക്ഷേ ഈ ഗുരുവിൻ്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് നമ്മളെ കേൾപ്പിക്കുകയാണ്, പറയിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ബുദ്ധിയെ തെളിയിക്കുന്ന, അല്ലയോ ദൈവമേ, എൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്തു കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ? പൂജാരികൾ പറയുന്ന വഴിയിലൂടെ അല്ല പോകേണ്ടത്, ആ നിന്നിൽ തന്നെ പ്രകാശിക്കുന്ന ഈശ്വരീയതയെ നീ പ്രോജ്വലിപ്പിക്കുക. അവിടെ ഈശ്വരനുണ്ട്. ആ കൽപ്പകവൃക്ഷക്കനിയെ അറിയണമെന്ന് ഭഗവാൻ എത്രയോ വാക്കുകളിലൂടെ 64ഓളം കൃതികളിലൂടെയും അവിടെ നിന്ന് പറഞ്ഞു വെച്ചത് ഈ സത്യമല്ലേ? ആണ്. അതൊക്കെ തിരയണം, അന്വേഷിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഈ ലോക ജീവിതത്തിൽ ഈശ്വരനെ അറിയാനും ഈശ്വര സാക്ഷാത്കാരത്തിനുമുള്ള സാധ്യതകളുണ്ട്. സന്യാസിയാകണമെന്നില്ല. ഗൃഹസ്ഥാശ്രമമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം. മറ്റെല്ലാ ആശ്രമങ്ങളും നിലനിൽക്കുന്നത് ഗൃഹസ്ഥാശ്രമിയുടെ കാരുണ്യത്തിലാണെന്ന് നമുക്കറിയാമോ? അപ്പോൾ നല്ല ഗൃഹസ്ഥാശ്രമം ജീവിക്കുക, എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പിതമായി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഏറ്റവും വലിയ ശ്രേഷ്ഠ കർമ്മമാണ്. ദർശനോത്സവമൊക്കെ നടത്തിയിട്ട് ഗുരുവിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങൾ അലവ് ചെയ്തു തന്നിട്ട് ഗുരുവിൻ്റെ ദർശനം കേൾക്കുക, കേൾപ്പിക്കുക. അതൊക്കെയല്ലേ ഏറ്റവും വലിയ പുണ്യം അല്ലേ? ഗുരു നമുക്ക് തന്ന എന്താ പറയുക, അങ്ങ് തന്ന എന്താ പറയുക ലോകസേവന കേന്ദ്രങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ഇനിയും അവർക്ക് കൂടുതൽ ഗുരുവിൻ്റെ ദർശനം എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശേഷി ഉണ്ടാകട്ടെ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നമുക്കിത് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇതിനുള്ള വേദി തന്നില്ലെങ്കിൽ പറയുകയാണ്, ത്വന്നഹ പ്രസീദ പ്രസീദ, നീ നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ പ്രസാദിക്കണം. ശ്രേയശ്ച പ്രേയശ്ച പ്രേയശ്ച, ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷം തരണം, ഈശ്വരനിലേക്ക് എത്തിക്കണം എന്നെ. പ്രേയസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നവസ്ത്രാദികൾ വേണം അല്ലേ? ധനം വേണ്ടേ നമുക്ക് ജീവിക്കാൻ? വീട് വേണ്ടേ? സഞ്ചരിക്കാൻ ചെറുതെങ്കിലും ഒരു വാഹനം വേണ്ടേ? എല്ലാം ആർഭാടമല്ലെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് വേണ്ടേ? രോഗത്തിന് മരുന്ന് വാങ്ങാൻ പൈസ വേണ്ടേ? വേണം. മക്കളെ വിവാഹം ചെയ്ത് അയക്കണം, എല്ലാത്തിനും നമുക്ക് പൈസ വേണം. അതിന് പ്രേയസും കൂടിയേ തീരൂ. എല്ലാം സമർപ്പിച്ചിട്ട് പറയുക, എനിക്ക് ശ്രേയസും പ്രേയസും തരും. ഞാൻ ഓർക്കുക, ഇന്നലെ കോട്ടയത്തുള്ള ഒരാളിനോട് പറയുക, സദാ ഗുരുഭക്തി, ഗുരുവിൽ സമർപ്പിതനാണ്. മക്കളെ വിദേശത്ത് അയക്കാൻ പൈസയില്ല. അപ്പോൾ എങ്ങനെ 3 ലക്ഷം രൂപ 10 ദിവസം കൊണ്ട് എത്തിക്കും? അദ്ദേഹത്തിന് അതിനുള്ള നിവൃത്തിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. സമർപ്പിതമായ അവർക്ക് ആ ഈശ്വരൻ തന്നെ ഇരുന്നു കൊണ്ടാണ് തെളിയിച്ചു കൊണ്ടുപോകുന്നത്. എവിടുന്നോ ഒരു പരിചയം, കുറച്ചൊരു പരിചയം മാത്രത്തിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും പൈസ തന്നേക്കാമെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കും. അതാണ് നമ്മളിങ്ങനെ ഈശ്വരനിലേക്ക് സ്വയം സമർപ്പിതമാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നാം അറിയാതെ നടന്നു പോകും. അതാണ് പറഞ്ഞത്, സമർപ്പിക്കണം. ഞാൻ അധികാരിയാകരുത്. എൻ്റെ പൈസയുടെ അധികാരി ഞാനല്ല, ഈശ്വരനാണ് അല്ലേ? ആശുപത്രി കൊടുക്കാനാണ് അത് നമുക്ക് വിധിച്ചെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടാവോ? വീട് വെക്കാൻ പറ്റുമായിരുന്നോ? ഒന്നും പറ്റില്ല. അപ്പോൾ അത് ഈശ്വരൻ തന്നെ തന്നത്, ഈശ്വരൻ തന്നെ സമർപ്പിക്കുന്നു എന്ന ഭാവമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ശ്രേയസ്സും വേണം പ്രേയസ്സും വേണം. മനുഷ്യ ജീവിതത്തിൽ അഭികാമ്യമായ കാര്യങ്ങളാണ് ശ്രേയസ്സും പ്രേയസ്സും. ഇത് രണ്ടും ഒരു മനുഷ്യന് വേണം. വിവേകിയായ ഒരു മനുഷ്യൻ അറിയണം, പ്രേയസ് തരുന്നത്, ഭൗതിക ജീവിത സുഖങ്ങൾ തരുന്നത് ശ്രേയസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയണം.
പ്രേയസ് ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ല, നശ്വരമാണ്. പക്ഷെ ശ്രേയസ് കിട്ടിയാൽ ഈ ജന്മാന്തരങ്ങളിൽ കിടന്ന് ഉഴലേണ്ടി വരില്ല. അതിൻ്റെ മാർഗത്തിൽ തിരക്ക് കുറവാണ് അല്ലേ? ഇവിടെ ഒരു നല്ല തിരുവാതിര കളിയാണ് നടക്കണമെങ്കിലോ നമുക്ക് ചിലപ്പോൾ പുറത്തൊക്കെ സീറ്റ് ഇടേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ ശ്രേയസിൻ്റെ വലിയ ആൾ കുറവാണ്. അതാ ഗുരു പറഞ്ഞത്, നമുക്ക് ആരുമില്ലല്ലോ തപ്പി അല്ലേ? നടരാജഗുരുവിനോട് പറഞ്ഞതാണ്, ജ്ഞാനം മുഴുവൻ ഏറ്റുവാങ്ങിയ നടരാജഗുരുവാണ്. നമുക്കാരുമില്ലല്ലോ തപ്പി എന്ന് പറഞ്ഞതും അവിടെ വെച്ച് തന്നെയാണ്. ഗുരു പറഞ്ഞത് പാടിപ്പോകാതെ കുറച്ചെങ്കിലൊക്കെ നമ്മുടെ ഉള്ളിലേക്കാക്കി ജീവിതത്തിൻ്റെ തെളിച്ചം വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക എന്ന് പറഞ്ഞപ്പോൾ ജയിക്കേണ്ട നമ്മളാണ്. നമ്മൾ ജയിക്കുമ്പോൾ ആര് ജയിക്കുള്ളൂ? ഭഗവാൻ ജയിക്കുള്ളൂ. ഭഗവാൻ പരമ്പൊരുളാണ്. പരമ്പൊരുളിനെ ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ജയിക്കണം, നമ്മൾ ജീവിക്കണം, സത്യം അറിഞ്ഞ് ജീവിക്കണം. അതിനാണ് 73 വർഷക്കാലം വരെ ആ ഭഗവാൻ 6 മാസം മാത്രമേ കർമ്മരഹിതമായിട്ടിരുന്നിട്ടുള്ളൂ. മഹാസമാധിയുടെ അടുത്ത ദിവസങ്ങളിൽ മുഴുവൻ കർമ്മ ബഹുളമായിരുന്ന ആ ജീവിതം മുഴുവനും ആത്മീയമായ അറിവിലും ഭൗതികമായ ഉന്നമനത്തിനും ഒക്കെ വേണ്ടി ഗുരു തന്നു. അങ്ങനെ അവിടുന്ന് തന്നെ വിഭാവനം ചെയ്ത ഒരു സംഘടനയായ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ ആ കരുത്തുറ്റ അംഗങ്ങളെന്ന നിലയിൽ നമ്മൾക്ക് അവരുടെ ധർമ്മം അവർ വളരെ കൃത്യമായി ചെയ്യുന്നു. നമ്മളും അത് താങ്ങും തണലും കൊടുത്ത് അതിനെ കരുത്തുറ്റ അംഗങ്ങളായി ഓരോരുത്തരും മാറേണ്ടതുണ്ട്. ഇപ്പോൾ പറയുകയാണ്, ശ്രേയസ്സും പ്രേയസ്സും ഞങ്ങൾക്ക് തരണം. അവസാനം പറയുക സ്വാഹ. നമ്മൾ തമാശയ്ക്ക് പറയാറില്ല, അത് സ്വാഹയാണ് അല്ലേ? സ്വാഹ എന്ന് പറഞ്ഞ അർത്ഥം വൈദികമായ മന്ത്രങ്ങളെല്ലാം അവസാനിക്കുന്നത് സ്വാഹ എന്ന ശബ്ദത്തിലൂടെയാണ്. അതായത് അഗ്നിയുടെ ജ്വലന ശക്തിക്കാണ് സ്വാഹ എന്ന് പറയുക. അഗ്നിയുടെ ചൈതന്യം, അതായത് അഗ്നിയുടെ ഭാര്യാസങ്കല്പമാണ് സ്വാഹയ്ക്കുള്ളത്. നമ്മൾ ജ്വലിക്കുന്ന ഹോമാഗ്നിയിലേക്ക് സമിത്തുക്കൾ ഇട്ട് കൊടുത്തുകൊണ്ട് അഗ്നിയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദ്രവ്യം അത് ദേവതാ സങ്കല്പങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്, വൈദികമായി പറയുമ്പോൾ ദേവതകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ സ്വാഹയിലൂടെയാണ്, ആ ജ്വാലയിലൂടെയാണ്, ശക്തിയിലൂടെയാണ്. അതിനെയാണ് സ്വാഹ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പിതൃക്കൾക്ക് പിണ്ടച്ചോറ് വയ്ക്കുമ്പോൾ സ്വധാ പിണ്ടം അല്ലേ? പിതൃക്കൾക്ക് നമ്മൾ ബലിച്ചോറ് പിണ്ടച്ചോറ് വയ്ക്കുമ്പോൾ സ്വധ എന്ന ശബ്ദം പറഞ്ഞുകൊണ്ടാണ് ഹവിസ് അർപ്പിക്കുന്നത്. അത് അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നതാണ്. ദേവതകൾക്ക് ഹവിസ് കൊടുക്കുമ്പോൾ സ്വാഹാ ശബ്ദത്തിലൂടെയും പിതൃക്കൾക്ക് പിണ്ടം അർപ്പിക്കുമ്പോൾ നമ്മൾ സ്വധാ ശബ്ദത്തിലൂടെയാണ് പറയുന്നത്. സുഷ്ടു ആഹ്വയതേ ദേവാഹ അനേന ഇതി സ്വാഹ എന്ന് പറയും. ദേവന്മാരെ ക്ഷണിച്ചു വരുത്തുന്ന അഗ്നിയുടെ ജ്വലന ശക്തിക്കാണ് സ്വാഹ എന്ന് പറയുന്നത്. അവസാന മന്ത്രം, അതായത് ആ കൽപ്പാന്ത കാലത്തോളം പഴക്കമുള്ള വൈദിക ഭാഷയിലെ ആ വൈദിക മന്ത്രത്തിൻ്റെ അതേ പദങ്ങൾ വെച്ചുകൊണ്ടാണ് ഗുരുവിൻ്റെ ഹോമമന്ത്രം അവസാനിപ്പിക്കുന്നത്. സ്വാഹ അല്ലേ? എനിക്ക് ശ്രേയസ്സും പ്രേയസ്സും തരണം എന്നിട്ട് പറയാണ്, ഓം ശാന്തി ശാന്തി ശാന്തി. എനിക്ക് 3 പ്രാവശ്യം ശാന്തി പറയുന്നുണ്ട് അല്ലേ? നമ്മൾ ശാന്തി പറയുമ്പോൾ എങ്ങനെ പറയണ്ടേ? ശാന്തി 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 എന്നല്ല, ഒരു കൈ കൊണ്ടുള്ള ആ വരയ്ക്കുന്ന അത്ര ഗ്യാപ്പെങ്കിലും ഇടണം. ഓം ശാന്തി ശാന്തി ശാന്തി. അതായത് 3 തരത്തിലുള്ള ദുഃഖങ്ങൾ, എനിക്ക് എന്നിൽ നിന്ന് തന്നെയുള്ള ദുഃഖങ്ങൾ, ആധ്യാത്മികമായ ദുഃഖങ്ങൾ അല്ലേ, ആദിദൈവികമായ ദുഃഖങ്ങൾ, സുനാമിയോ വരൾച്ചയോ പ്രളയോ ഒക്കെ പോലെയുള്ള ദുഃഖങ്ങളാണ് ആദിദൈവികം. ആദിഭൗതികം മറ്റ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വരുന്ന ദുഃഖം. ഇങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെയാക്കിക്കൊണ്ട് എനിക്ക് ശ്രേയസ്സും പ്രേയസ്സും തരണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഈ ഹോമമന്ത്രം എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ള ഹോമാണോ? ഭൗതികമായ സമ്പത്ത് ചോദിച്ചിട്ടുള്ള ഹോമാണോ? അല്ല. പിന്നെ എന്തിനുള്ള ഹോമമാണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ ആത്മീയതയിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കുന്നതാണ്. നിങ്ങൾ എത്ര ഹോമം ചെയ്ത് എന്തെല്ലാം ചോദിച്ചാലും നമുക്ക് വിധിക്കപ്പെട്ടത് ഈ ലോകത്തെ പ്രാരബ്ധമായി വന്നിട്ടുണ്ട് അല്ലേ? വിധി വരച്ചത് മാറ്റി വരാൻ പണി, പ്രതിവിധിക്കും അകറ്റരുതായത്. ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈശ്വരൻ്റെ മുമ്പിൽ ചെന്ന് പരമമായ ജ്ഞാനം മാത്രം ചോദിക്കുക. ഹോമമന്ത്രം ഒന്ന് ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവരും കേട്ടിരിക്കുക. ഇന്ന് പോയിട്ട് ഹോമമന്ത്രം എന്ന കൃതി എടുത്ത് ചൊല്ലണം.
ഓക്കെ, സമയം എന്നിട്ട് ഇത് സമർപ്പണമായി നാരായണപാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം അന്യദാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാഗുരോ രക്ഷ രക്ഷ മഹാഗുരോ രക്ഷ രക്ഷ മഹാഗുരോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യസ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി. ഓം സദോ മാ സൽഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.